Good morning, all. Good Good morning. morning, ma'am. Good morning, ma'am. Good morning, Good ma'am. morning. Good morning, ma'am. Good morning, ma'am. Good morning. Very good morning, all. Prayer time. Okay, ma'am. ഈശ്വര കൈകൂപ്പി നിൽഭൂമി നിൻ മുൻപിൽ ഈറനണിഞ്ഞ മിഴികളോടെ കാരുണ്യമെന്നിൽ ചൊരിയണേ ഭൂവിന് കാരണമായുള്ള തമ്പുരാനേ. അച്ഛനും അമ്മയും എന്തു പറഞ്ഞാലും അക്ഷരം തെറ്റാതനുസരിച്ചും ഉള്ളിൽ വെളിച്ചം പകരും ഗുരുവിനെ ഉണ്മയായി സ്നേഹിച്ചും ആദരിച്ചും കൂടെ പഠിക്കുന്ന കുട്ടികളെ തൻ്റെ കൂടപ്പിറപ്പുകളായി നിനച്ചും മാതൃഭൂവിനായി ജീവൻ ത്യജിച്ചോരെ മാതൃകയായിട്ടും സ്വീകരിച്ചും ഈശ്വര കൈകൂപ്പി നിൽഭൂമി നിൻ മുൻപിൽ ഈറനണിഞ്ഞ മിഴികളോടെ കാരുണ്യമെന്നിൽ ചൊരിയണേ ഭൂവിന് കാരണമായുള്ള തമ്പുരാനേ. താങ്ക് യു, മാം. Thought of the day, Rubina. Good morning, friends. Good morning, Miss. പ്രതിസന്ധികൾ വരുന്നത് നിങ്ങളെ തളർത്താനല്ല, നിങ്ങളുടെ ഉള്ളിലെ കഴിവുകളെ പുറത്തു കൊണ്ടുവരാനാണ്. വിജയികൾ ഒരിക്കലും പരാതി പറയില്ല. അവർ പരിഹാരങ്ങൾ കണ്ടെത്താൻ മനസ്സിനെ ശീലിപ്പിക്കുന്നു. വിജയം എന്നത് കഠിനാധ്വാനത്തിന്റെയും പരിശ്രമത്തിന്റെയും ഫലമാണ്. സക്സസ് ഈസ് ദ റിസൾട്ട് ഓഫ് ഹാർഡ് വർക്ക് ആൻഡ് ട്രിപ്പ്. താങ്ക് യു, മിസ്. താങ്ക് യു, ഫ്രണ്ട്സ്. Signing Bismi Anna. Good morning, ma'am, and good morning, everyone. Health is our greatest wealth. When we are healthy, we can study well, play happily, and achieve our dreams. Taking care of our body and mind is very important in our daily life. Today, I warmly welcome Abarna Miss and all my dear friends to this class. Let us learn together, stay healthy, and support each other. Thank you. Thank you, all. Okay. ഞാൻ ആദ്യം റെക്കോർഡ് ഓൺ ചെയ്തിട്ട് പിന്നെ അത് ഓഫ് ചെയ്യേണ്ട അവസ്ഥ വന്നോട്ടിരുന്നു. ഓക്കെ, കുഴപ്പമില്ല കേട്ടോ. അപ്പോ റെക്കോർഡ് ഓൺ ആണെന്ന് നോക്കിയിട്ട് വർത്താനം പറഞ്ഞാൽ മതി എല്ലാവരും കേട്ടോ. ദെൻ നമ്മള് ഈ ചാപ്റ്റർ ആയിരുന്നു ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്ന ഓർമ്മയുണ്ടോ? ഫുഡ്, ന്യൂട്രീഷൻ ആൻഡ് ബാലൻസ് ഡയറ്റ് അല്ലേ? അതെന്താണോ ഫസ്റ്റ് മിസ്സേ അതുപോലെ സെമിനാർ എടുക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. സോ എല്ലാരും ഫസ്റ്റ് എന്ത് ചെയ്യാ, ആക്ടിവിറ്റി പ്രസന്റ് ചെയ്യാം, ദെൻ സെമിനാർ കേട്ടോ. ഓക്കെ, പേര് അയക്കണം കേട്ടോ. ആക്ടിവിറ്റി പ്രസന്റ് ചെയ്യുന്നവരെല്ലാവരും പേര് ടൈപ്പ് ചെയ്ത് അയക്കുകയാണെങ്കിൽ ഒരു ഓർഡറിൽ വിളിക്കാമല്ലോ എനിക്ക്. ഫരീസ, അയ്യോ റുബീന, സോറിടാ റുബീന. ആ മിസ്സേ, എന്റേത് പക്ഷെ ഞാന് പെട്ടെന്ന് ഇന്ന് രാവിലെ ചെയ്തതാ മിസ്സേ, ടൈം ഇട്ടായിട്ട്. ആണോ? നമ്പർ സ്റ്റാർട്ട്. ഇത് കളർ ചെയ്യാനുണ്ട്, ഞാൻ പിന്നെ ചെയ്യാന്ന് വിചാരിച്ച്. ഇന്ന് രാവിലെ തന്നെ ചെയ്തതാണ്. ഇന്ന് രാവിലെ തന്നെ ചെയ്തത് മിസ്സേ. ആണോ? കുറച്ച് ടൈമും കൂടി എടുത്ത് ചെയ്തിരുന്നെങ്കിൽ നല്ല ഭംഗിയിൽ ചെയ്താനായിരുന്നു അല്ലെ? നന്നായിട്ട് താങ്ക് യു. ലെസൺ കേട്ടാ.
നന്നായിട്ട് വരയ്ക്കുകയൊക്കെ ചെയ്യും അല്ലേ? ആ മിസ്സേ. അത്യാവശ്യം. ഓക്കെ. ഓക്കെ, താങ്ക് യു. ഓക്കെ മാം. ഓക്കെ. നമ്പർ ചാർട്ട് കണ്ടു. ബാക്ക് ക്യാമറ ഓൺ ചെയ്തോടാ. നമ്പർ ചാർട്ട് മാത്രമേ ചെയ്തോളൂ? അല്ല മാം, ഓൺ ആക്കുമ്പോഴാണ് ആ ഒരു ഇത് വരുന്നത്. ഓക്കെ, ക്യാമറ ഓൺ ചെയ്ത് മോനെ. മാം ഇപ്പൊ കാണിച്ചു തരാം കേട്ടോ. ഓക്കേടാ. മാം ഞാൻ പിന്നെ കാണിച്ചു തരാം, എന്തോ പ്രോബ്ലം ആയിട്ടേ. ഓക്കേടാ. ഫാത്തിമ. ഓക്കെ മാം. നമ്പർ ചാർട്ട്. ആൽഫബറ്റ്. ഓക്കേടാ. ട്ടാ. ഓക്കെ മാം, താങ്ക് യു. മാം ഞാൻ കാണിച്ചോട്ടെ. ആരാണ്? ലിൻഷ്. ഓക്കെ, പ്രസന്റ് ചെയ്തോടാ. പിക്ചേഴ്സ് വരച്ചാണാടാ? അല്ലല്ലേ, പേസ്റ്റ് ചെയ്തേക്കണേ അല്ലേ? നന്നായിരുന്നു കേട്ടോ. ഞാൻ പേസ്റ്റ് ചെയ്തേക്കുന്നതാണ്. പക്ഷെ വരച്ചത് പോലെ തോന്നി. ഓക്കേടാ. ശ്യാമ. നമ്പർ ചാർട്ട്. നമ്പർ ചാർട്ട് കണ്ടോട്ടേടാ. നന്നായിരുന്നു കേട്ടോ. ലിൻഷി. ഓക്കെ, താങ്ക് യു. ഓക്കെ. ഓക്കേടാ. ഷൈമ. ബാക്ക് ക്യാമറ ഓൺ ആവണില്ല മാം. ആണോ? ഫ്രണ്ട് ക്യാമറ ഓൺ ആക്കുക. ഫ്രണ്ട് ക്യാമറ ഓൺ ചെയ്തേ. അപ്പൊ ഒരു മുകളിൽ 2 ആരോ മാർക്ക്. ഓക്കെ, അതായാലും കുഴപ്പമില്ല. കാണാൻ പറ്റുന്നുണ്ടാ? നോക്കട്ടെ മാം, പറ്റുണ്ടോ? കാണാൻ പറ്റിയല്ലോ. സെറ്റ് ആണല്ലോ. വരച്ചിരിക്കണേണോ? നന്നായിട്ടുണ്ട് കേട്ടാ. അപ്പൊ ബാക്ക് ക്യാമറ ഓൺ ചെയ്യാൻ പഠിച്ചില്ലേ? ഓ പഠിച്ചു. ഓക്കെ, താങ്ക് യു മാം. ജിൻസി. ഓക്കെ മാം. ABCയുടെ ആൽഫബറ്റ്, നമ്പർ ചാർട്ട്. ഓക്കേടാ. താങ്ക് യു മാം. മൃദുല. ഓക്കേടാ. നമ്പർ ചാർട്ട് ബാക്കി തന്നെ ചെയ്ത്. അല്ല, ഓക്കെ, സെപ്പറേറ്റ് ആണ്. ഓക്കേടാ. ആൽഫബറ്റ് ചാർട്ട് കേട്ടാ. നന്നായിട്ടുണ്ട്. ശരണ്യ. ഗുഡ് മോർണിംഗ് മാം. അനക്ക് ഒരു വർക്ക് ഇതുവരെ കാണിക്കാൻ പറ്റിയിട്ടില്ല. ഞാൻ മൊത്തത്തിലൊന്ന് കാണിക്കുന്നുണ്ട്, സാൻഡ് പേപ്പറിന്റെ ഒക്കെ. അറേഞ്ച് ചെയ്ത് വെച്ചിട്ടില്ലേ? വെച്ചിട്ടുണ്ട് മാം. പ്രസന്റ് ചെയ്തോടാ. ഇതൊരു മിനിറ്റ്, ക്യാമറ ഓൺ ആക്കാൻ പറ്റുന്നില്ല. ഫ്രണ്ടാ വരുന്നത്. ഫ്രണ്ട് ക്യാമറ ഓൺ ചെയ്യും. ക്യാമറ ഓൺ ചെയ്യും, അപ്പോഴേ ഫ്രണ്ട് ക്യാമറ വരും, ബാക്ക് ക്യാമറ വരുള്ളൂ. ക്യാമറ ഓൺ ചെയ്തില്ലേ? ഇനി മുകളിൽ 2 ആരോ മാർക്ക് പോലെ പുതിയൊരു സംഭവം വന്നുണ്ടോ? ഒരു റൗണ്ടോ? അതന്നെ.
സ്മോൾ ലെറ്റർ നല്ല ഭംഗിയായിട്ടുണ്ട്, ഫിനിഷിംഗ് ഒക്കെ ഉണ്ട് കേട്ടാ. ക്യാപിറ്റൽ ലെറ്ററും നന്നായിട്ടുണ്ട് കേട്ടാ. ടൈം എടുത്തെങ്കിൽ നന്നായിട്ട് ഫിനിഷിംഗ് കാര്യങ്ങളൊക്കെ ഉണ്ട്. നമ്പേഴ്സ് സാൻഡ് പേപ്പർ നമ്പേഴ്സ് നല്ലതായിട്ടുണ്ട്. ഓക്കേടാ. ആൽഫബറ്റ് ചാർട്ട്, ആൽഫബറ്റ് ചാർട്ട് ഓക്കേടാ, നന്നായിട്ടുണ്ട് കേട്ടാ. നമ്പർ നമ്പർ ചാർട്ട്. ചാർട്ട് നന്നായിട്ടുണ്ട് കേട്ടാ. സ്റ്റെഫി ജോൺസൺ ജോസഫ് ആണ് കേട്ടോ. ഓക്കെ മിസ്. മിസ് ക്യാമറ ഓൺ ആക്കി. ക്യാമറ ഓക്കെ, ബാക്ക് ക്യാമറ കാണാലോ. നമ്പർ ചാർട്ട് ഉണ്ട്, നന്നായിട്ടുണ്ട്. ഓക്കെ, നന്നായിട്ടുണ്ട് കേട്ടോ. ഡിയോ സ്റ്റെഫി ഡി ഉണ്ടായിരുന്നു അതില് ആൽഫബറ്റ് ചാർട്ടില്. എന്താ മിസ്സേ? ആൽഫബറ്റ് ചാർട്ടില് ഡി എന്ന് പറയുന്ന അക്ഷരം എഴുതിയിട്ടുണ്ടോ? ഉണ്ട് ഉണ്ട്, ഡക്ക് ഡക്ക്. ഓക്കെ ഓക്കെ, ഞാൻ കണ്ടില്ല, സ്പേസ് ബ്ലാങ്ക് ആയി കിടക്കുന്ന പോലെ തോന്നി. ഒന്നുകൂടെ കാണിക്കാം മിസ്സേ. ഓക്കേടാ. ബാക്ക് ക്യാമറ. ഓ, ഡക്ക് താഴെയായിട്ട് വന്നു, ഞാൻ മുകളിലേക്ക് നോക്കിയിട്ടതാ, അതുകൊണ്ട് അവിടെ സ്പേസ് ബ്ലാങ്ക് ആയിട്ട് കിടക്കുന്ന പോലെ തോന്നിയിട്ട്. ഓക്കെ ഓക്കെ, ദെൻ സ്റ്റെഫി കഴിഞ്ഞിട്ട് സി കഴിഞ്ഞിട്ട് ഒരു സൈഡ് ബ്ലാങ്ക് ആ മിസ്. എന്നാന്ന് വെച്ചാൽ എക്സിന്റെ എഴുതിയപ്പോ പടം വരച്ചിട്ട് അതിന്റെ എഴുതാൻ സ്ഥലം കിട്ടിയില്ല, അതുകൊണ്ടാ. സ്റ്റെഫി കഴിഞ്ഞിട്ട് ആക്കില്ല കേട്ടാ. ഓക്കെ മിസ്. ഇത് നമ്പർ മിസ്സേ കാണാൻ പറ്റണ്ടാ? പറ്റുന്നുണ്ട്, നന്നായിട്ടുണ്ട്. ലൈറ്റ് കുറവുള്ളൂ അല്ലേ? ഇത് വെച്ച നന്നായിട്ട് വരച്ചിട്ടുണ്ട് കേട്ടാ. താങ്ക് യു മിസ്. നിങ്ങൾക്കൊക്കെ വരയ്ക്കാൻ നല്ല കഴിവുണ്ട്. എന്തോരം പേരെ വരച്ച് കാണിക്കണല്ലേ, വരച്ചത് കുറെ പേരായില്ലേ. ഓക്കെ, മാഗസിൻ ചെയ്യുമ്പോൾ നന്നായിട്ട് ഡ്രോ ഒക്കെ ചെയ്ത് ഏതെങ്കിലും പിക്ചേഴ്സ് നമുക്ക് മാഗസിനിൽ കൊടുക്കാം കേട്ടോ. ഓക്കെ, വിസ്മയ മാം. വിസ്മയ ഓക്കെ, സോറി എടാ, ഞാൻ മാറില്ല തോന്നുന്നുണ്ട്. മാം ഇത് ബാക്ക് ക്യാമറ വരുന്നത്. ക്യാമറ ഓൺ ചെയ്യും, അപ്പൊ മുകളിൽ 2 ആരോ മാർക്ക് വരും. ക്യാമറ ഓൺ ചെയ്യുമ്പോഴേ വരുള്ളൂ. ക്യാമറ ആൾക്ക് വന്നിട്ടുണ്ടാവും. ഓക്കെ, ആൽഫബറ്റ് ചാർട്ട് കണ്ടു. ക്ലാസ്സിൽ പോയില്ലേ മാം? ഇല്ല, മോള് 2 വയസ്സായിട്ടുള്ളൂ. ആണോ? അയ്യോ, ഞാൻ വിചാരിച്ചു നഴ്സറി പോയി തുടങ്ങിയിട്ടുണ്ടാവുന്നു. അപ്പൊ അവരെ പഠിപ്പിക്കാൻ യൂസ് ചെയ്യാട്ടോ, കൗണ്ടിങ് ഒക്കെ. ഇവളിത് ഫുള്ള് പേസ്റ്റ് ചെയ്യലായിരുന്നു. ഇപ്പൊ ഓരോന്നൊക്കെ തൊട്ട് പറയുക. നന്നായിട്ടാ. അവർക്കത് ഭയങ്കര ഹെൽപ്ഫുൾ ആയിരിക്കും. നമ്മുടെ മെറ്റീരിയൽ ഉള്ളപ്പോ അത് വെച്ച് നമുക്ക് ട്രെയിൻ ചെയ്യിക്കാൻ പറ്റും. നമ്മൾ ഈ മെത്തേഡ് പഠിച്ചത് മാത്രമല്ല, അല്ലാതെ കുറച്ചുകൂടി നല്ല രീതിയിൽ ട്രെയിൻ ചെയ്തെടുക്കാൻ പറ്റും. സ്റ്റെഫി ജോസ് സ്റ്റീഫൻ നന്നായിരുന്നു. വിസ്മയ മിസ്, ഞാൻ ഇങ്ങനെ ആക്കിയത് എന്റെ മോനിക്ക് ഏറ്റവും കൂടുതൽ സന്തോഷം. ഓന് 5 വയസ്സായി. ആണോ? ഓക്കെ, വിസ്മയ മോൻ സ്കൂളിലാണോ? മാം മോനുണ്ട്, മോൻ ഫസ്റ്റ് സ്റ്റാൻഡേർഡില്, മോൾക്ക് ഇപ്പൊ 2 വയസ്സ്. വിസ്മയ സ്റ്റെഫൻ കാണാൻ പറ്റുന്നുണ്ട് കേട്ടോ. മോൻ വർക്ക് ചെയ്യാണോ? തന്നെ ചെയ്തതാ. പിറ്റേഴ്സ് എല്ലാം ഒട്ടിച്ചു, ബാക്കിയെല്ലാം തന്നെ എഴുതി. ഓക്കേടാ. സ്കൂളിലാണോ? നോട്ടീസ് ബോർഡിൽ എടുത്ത് വെച്ചതാ. ഓക്കെ ഓക്കെ, നന്നായിട്ടുണ്ട് കേട്ടാ. താങ്ക് യു മിസ്. ജനീഷ അല്ലേ? പ്രസന്റ് ചെയ്തോടാ. മിസ് ക്യാമറ
ഇപ്പൊ ക്യാമറ ഓൺ ചെയ്തപ്പോ 2 arrow mark പുതുതായിട്ട് വന്നതുണ്ടോ മുകളിലായിട്ട്? ആ ലിങ്കിന്റെ ഒക്കെ അടുത്ത്, സ്പീക്കറിന്റെ ഒക്കെ അടുത്തായിട്ട്, ഫ്രണ്ട് ക്യാമറയുടെ ഒക്കെ അടുത്തായിട്ട് ലിങ്കും പിന്നെ 2 arrow mark കൂടി. ഓക്കെ, ഒന്നും കൂടി ക്യാമറ ഓഫ് ചെയ്ത് ഒന്ന് ഓൺ ആക്കി. ആ, ഓൺ ആക്കുക. ഇപ്പൊ വന്നതുണ്ടോ? ഇല്ല. ഇല്ല. ഓക്കെ, ചെരിച്ച് കാണിച്ചു തരാൻ പറ്റൂടാ? ഓക്കെ, സാൻഡ് പേപ്പർ, ആൽഫബറ്റ്സ്, നമ്പേഴ്സ്, സ്മോൾ ലെറ്റേഴ്സ്. ഓക്കെ, ആൽഫബറ്റ് ചാർട്ട്, നമ്പർ ചാർട്ട് കാണാം കേട്ടോ. നമ്പർ ചാർട്ട് ബാക്കി കളർ ചെയ്തിട്ടില്ല അല്ലേ? കളർ ചെയ്തിട്ടുണ്ട്. അത് ഞാന് എന്താ പറയാ ഔട്ട്ലൈൻ പോലെ ഞങ്ങൾ വരച്ചു കൊടുക്കണതാ. ആണോ? ഓക്കെ, നന്നായിട്ടുണ്ട് കേട്ടോ. താങ്ക് യു. ദിവ്യ, പ്രസന്റ് ചെയ്തോടാ. ഓക്കെ, നന്നായിട്ടുണ്ട് കേട്ടോ. ആൽഫബറ്റ് ചാർട്ട്, Thank you. നമ്പർ ചാർട്ട് നന്നായിട്ടുണ്ട്. Thank you. ഷംസീന, എന്റേത് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളൂ, കംപ്ലീറ്റ് ആയിനില്ല, ഒരുപാട് ഇഷ്യൂസ് ഉണ്ടായിരുന്നു. ഓക്കെ, കുഴപ്പമില്ലടാ മോൻ, പ്രസന്റ് ചെയ്തോ കേട്ടോ. പിന്നെ കംപ്ലീറ്റ് ആവുമ്പോ പറഞ്ഞാൽ മതി കേട്ടോ. ആതിര, റീജു ഉള്ള ആതിരയുടെ പേര് അയച്ചിരിക്കണേ. ആ മിസ്, ഇത് ഓപ്പൺ ആകുന്നില്ല. ഒരു മിനിറ്റ്, ഞാൻ ഇപ്പൊ കാണിച്ചുതരാം. അവള് ഫോട്ടോ അയച്ചെന്നതേനു. അവൾക്ക് ക്ലാസ്സിൽ അറ്റൻഡ് ചെയ്യാൻ പറ്റൂല എന്ന് പറഞ്ഞിട്ട്. ആണോ? അപ്പൊ അവൾക്ക് ഭയങ്കര സങ്കടം, കഷ്ടപ്പെട്ട് ചെയ്തിട്ട് കാണിക്കാൻ പറ്റാത്തോണ്ട് ഞാൻ പറഞ്ഞു ഞാൻ കാണിക്കാം. പ്രസന്റ് ചെയ്താൽ മതിയേടാ, കുഴപ്പമില്ല കേട്ടോ. അവളോട് പറഞ്ഞേക്ക്. ഓക്കെ, വിജിത. Okay, ma'am. Thank you. ഇത് മിസ്, ഞാനിത് ഇപ്പൊ കാണിച്ചു തരാം. ഓക്കെ, കാണാൻ പറ്റുന്നു. ഓക്കെ, നമ്പർ ചാർട്ട് അല്ലേ? ആ, നമ്പർ ചാർട്ട് കണ്ടുകൂടാ? ആ മിസ്, ഇത് ആൽഫബറ്റ് ചാർട്ട്. ഓക്കെ, ഇത് 2 പോർഷൻ ആയിട്ടാ ചെയ്ത്. അങ്ങനെ ചെയ്തതിന് പ്രശ്നമുണ്ടോ എന്ന് ചോദിക്കാൻ പറഞ്ഞു. ആണോ? കുഴപ്പമില്ല. ഓക്കെ, അത് പേസ്റ്റ് ചെയ്യുകയാണെങ്കിൽ കുഴപ്പമുണ്ടാവില്ല. നമുക്ക് ആ രണ്ടായിട്ട് പറയാൻ പറ്റില്ല. ഓക്കെ ചെയ്താൽ മതി. ഓക്കെ, നന്നായിട്ട് പറയണം കേട്ടോ. ആ മിസ്സേ പറയും. മോൻ വിജിത. ഓക്കെ, ആടാ, നന്നായിട്ടുണ്ട് കേട്ടോ. Alphabet chart. ഓക്കെ, നന്നായിട്ടുണ്ട് കേട്ടോ. Okay, ma'am. സരിത. മിസ്, ഓക്കെ, പ്രസന്റ് ചെയ്തോളാം. മിസ് ബാക്ക് ക്യാമറ ഓൺ ആണ്. മുകളിലായിട്ട് ടോപ്പിലായിട്ട് കാണാം. വരച്ചിരിക്കുന്നതല്ലേ, നല്ല ഭംഗിയുണ്ട്. നല്ല രസമുണ്ട് കേട്ടോ. ഓക്കെ മിസ്. നന്നായിട്ടുണ്ട് കേട്ടോ നമ്പർ ചാർട്ട്. ഓക്കെ. സരിത, എന്തോ? സോറി, സരിതയായിരുന്നു. ഫർസിയ, ഹരിസ. ഓക്കെ മാം. മിസ്, ഇത് സീനയുടെ ആണ്, സീന. ഓക്കേടാ, കുഴപ്പമില്ല. ഹരിസ, ഓക്കേടാ. ഓക്കേടാ, ഈ കളറും കൂടി ഷെയ്ഡ് ചെയ്യാനുള്ളൂ അല്ലേ? ക്രയോൺസ് യൂസ് ചെയ്ത് ഷെയ്ഡ് ചെയ്താൽ മതി കേട്ടോ.
ഓക്കെ, നന്നായിട്ടുണ്ട് കേട്ടോ. നമ്പർ ചേട്ടൻ നന്നായിട്ടുണ്ട്. താങ്ക് യു മാം. അമല, അമല ആ മാം, ഒരു മിനിറ്റ്. മിസ് ചെയ്ത സീനയുടെ നമ്പേഴ്സ് ആണ്. ആടോ? ഓക്കെ, ഓക്കെ കാണാം കേട്ടോ. നമ്പേഴ്സ് ആണ്. ആൽഫബറ്റ് ചാർട്ട്. ഓക്കെ, നന്നായിട്ടുണ്ട് കേട്ടോ. ഓക്കെ, വേറെ ആരും പ്രസന്റ് ചെയ്യുന്നില്ലല്ലോ? മിസ് ഞാൻ കാണിച്ചെന്നവരെല്ലാം കണ്ടതല്ലേ അല്ലെ? സീനയുടെയും അതിരുടെയും. ജോയിൻ ചെയ്തിട്ടുണ്ടെന്ന് തോന്നുന്നു. കാണിച്ചേ. പ്രസന്റ് ചെയ്തോളാം. പേരച്ചില്ലല്ലോ. ഇല്ലില്ല. എന്താ നെക്സ്റ്റ് ക്ലാസ്സിൽ കാണിച്ചു തരാം. പ്രസന്റ് ചെയ്തോട്ടെ. ഓക്കെ. പ്രസന്റ് ചെയ്തോടെ. ഓക്കെ, ഇനി സെമിനാറിനുള്ളവര് മെസ്സേജ് അയക്കുക കേട്ടോ. ഓക്കെ, ഓരോരുത്തരും സെമിനാർ പ്രിപ്പയർഡ് ആയിട്ടുള്ളവർ ഓരോരുത്തരും മെസ്സേജ് അയക്കുക കേട്ടോ. ഷംസീന അല്ലെ? ഷംസീന ഐഡിനാണ്. പ്രസന്റ് ചെയ്തോട്ടെടാ. സ്റ്റാർട്ട് ചെയ്തോടാ. മാം, ഞാൻ ഫസ്റ്റ് ടൈം ആണ് സെമിനാർ പ്രസന്റ് ചെയ്യുന്നത്. അതിൻ്റെതായ ടെൻഷൻ നല്ലോണുണ്ട്. എനിക്ക് ശരിക്കും അറിയില്ല. ടെൻഷനൊന്നും അടിക്കണ്ട, കൂളായിട്ട് പ്രസന്റ് ചെയ്തോ. പറഞ്ഞു പോകുന്നുള്ള ഒരു ഇതല്ല, എനിക്ക് ഇതില് ഇങ്ങനെ എടുത്ത് കാണിച്ചിട്ടൊന്നും നമുക്കറിയില്ല. ഞാൻ പ്രസന്റ് ചെയ്തോളാം. ക്ലാസ് വെക്കോട്ടോ. ഓക്കെ, സ്റ്റാർട്ട് ചെയ്യട്ടാ. ഞാൻ ഇന്ന് ക്ലാസ്സിൽ നിങ്ങൾക്ക് മുന്നിൽ എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്ന ടോപ്പിക് നമ്മുടെ ഡേ ലൈഫിൽ കൂടുതലും യൂസ് ചെയ്യേണ്ട ന്യൂട്രിയന്റ് ആണ്. യെസ്, ഇറ്റ് ഈസ് അയഡിൻ. Iodine is a vital nutrient. Iodine is a mineral essential for thyroid function, growth and development. Iodine ഒരു പ്രധാന പോഷകമാണ്. തൈറോയ്ഡ് പ്രവർത്തനം, വളർച്ച, വികസനം എന്നിവയ്ക്ക് അത്യാവശ്യമായ ഒരു ധാതുവാണ് അയഡിൻ. ഇനി നമുക്ക് അയഡിന്റെ ഇമ്പോർട്ടൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. റെഗുലേറ്റ്സ് മെറ്റബോളിസം. മെറ്റബോളിസത്തെ നിയന്ത്രിക്കുന്നു. മെറ്റബോളിസം നമ്മുടെ ശരീരത്തിന്റെ എനർജിയാണ്. ഭക്ഷണത്തെ ഊർജമാക്കി മാറ്റുന്ന പ്രക്രിയയാണിത്. അയഡിൻ അടങ്ങിയ ഭക്ഷണം നമ്മുടെ ശരീരത്തിലെ മെറ്റബോളിസത്തെ ശരിയായ രീതിയിൽ നിയന്ത്രിക്കുന്നു. നെക്സ്റ്റ്, സപ്പോർട്ട് ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെന്റ്. വളർച്ചയും വികസനവും പിന്തുണയ്ക്കുന്നു. പ്രിവെന്റ് ഗോയിറ്റർ ആൻഡ് അതർ തൈറോയിഡ് ഡിസോർഡേഴ്സ്. ഗോയിറ്റർ പോലുള്ള തൈറോയിഡ് രോഗങ്ങളെ തടയുന്നു. ഇനി അയഡിന്റെ ഉറവിടങ്ങൾ. ലോഡിസൈഡ് സാൾട്ട്, അയഡിൻ അടങ്ങിയ ഉപ്പ്, സീ ഫുഡ്, ഡയറി പ്രൊഡക്ട്സ്, എഗ്സ്, ഇതൊക്കെയാണ് അയഡിന്റെ ഉറവിടം. ഇനി അയഡിന്റെ അളവ് എങ്ങനെ പരിശോധിക്കാം? മോസ്റ്റ് കോമൺ ആയിട്ട് യൂറിൻ ടെസ്റ്റിലൂടെയാണ് അയഡിന്റെ അളവ് ടെസ്റ്റ് ചെയ്യുക. പിന്നെ ബ്ലഡ് ടെസ്റ്റിലൂടെയും അയഡിന്റെ അളവ് ടെസ്റ്റ് ചെയ്യുന്നു. അയഡിന്റെ അളവ് ശരീരത്തിൽ കൂടിയാലുള്ള അവസ്ഥ. നമ്മൾ നേരത്തെ പറഞ്ഞു, മെറ്റബോളിസം ശരീരത്തിന്റെ മെറ്റബോളിസമാണ് നമ്മുടെ ശരീരത്തിന്റെ എനർജി. Iodine boosts thyroid function which increase metabolism. This can lead to more energy, weight management, improved overall health. മൊത്തത്തിൽ പറഞ്ഞാൽ അയഡിന്റെ അളവ് ശരീരത്തിൽ കൂടിയാൽ ശരീരത്തിന് എല്ലാം പോസിറ്റീവ് ആയിട്ടാണ് സംഭവിക്കുക. ഇനി ലോ അയഡിൻ ലെവൽ ക്യാൻ ലീഡ് ടു, അയഡിന്റെ അളവ് ശരീരത്തിൽ കുറഞ്ഞാലുള്ള അവസ്ഥ ഹൈപ്പർതൈറോയിഡിസം. ഹൈപ്പർതൈറോയിഡിസം എന്നാൽ തൈറോയിഡ് ഗ്രന്ഥി ആവശ്യത്തിന് തൈറോയിഡ് ഹോർമോൺ ഉൽപ്പാദിപ്പിക്കാത്ത അവസ്ഥയാണ്. ഇത് ശരീരത്തിന്റെ പ്രവർത്തനങ്ങൾ മന്ദഗതിയിലാക്കുന്നു. ഗോയിറ്റർ തൈറോയിഡ്. തൈറോയിഡ് മുഴ. കഴുത്തിൽ സ്ഥിതി ചെയ്യുന്ന തൈറോയിഡ് ഗ്രന്ഥിയെ ബാധിക്കുന്ന രോഗാവസ്ഥയാണ് ഗോയിറ്റർ. നെക്സ്റ്റ്, കോൺഗ്നിറ്റീവ് ഇഷ്യൂസ്. ഡിഫിക്കൽട്ടീസ് വിത്ത്
mental process like thinking, learning, memory, attention, and problem learning. Next, developmental problem in kids. കുട്ടികളിൽ ഉണ്ടാവുന്ന വികസന പ്രശ്നങ്ങളും അയഡിന്റെ കുറഞ്ഞ അളവ് ശരീരത്തിൽ കൊണ്ടുവരുന്ന വലിയ പ്രോബ്ലമാണ്. ഓക്കെ, താങ്ക് യു. ഓക്കെ, നന്നായിരുന്നു കേട്ടോ. ഓക്കെ, താങ്ക് യു. ഫുൾ ടെൻഷനിലായിരുന്നു. എടുത്തെടുത്ത് ലൈക്കോളൂ കേട്ടാ. ഓക്കെ. Then റീജു, റുബീന, കോപ്പർ അല്ലേ ടോപ്പിക്? ആ മിസ്സേ, കോപ്പർ എന്ന് പറഞ്ഞ ചെമ്പല്ലേ മിസ്സേ? ആദ്യം കോപ്പർ ചെമ്പെല്ലാം അടിച്ചിട്ട് വേറെ ഏതെല്ലോ ഫിസിക്സും അങ്ങനത്തെ എന്തൊക്കെയോ വന്നെ. കോപ്പർ ചെമ്പാണ്. ആരോഗ്യം മെച്ചപ്പെടുത്താൻ സഹായിക്കുന്നു. ഇത് പ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കുന്നു, രക്തം ശുദ്ധീകരിക്കുകയും ഹീമോഗ്ലോബിൻ ഉണ്ടാക്കാൻ സഹായിക്കുകയും ചെയ്യുന്നു. തൈറോയിഡ്, സന്ധിവാതം പോലുള്ളവയെ നിയന്ത്രിക്കാൻ സഹായിക്കുന്നു. കൂടാതെ ക്യാൻസറിനെ പ്രതിരോധിക്കാനും ബാക്ടീരിയകളെ നശിപ്പിക്കാനും കഴിയും. ചെമ്പു പാത്രത്തിലെ വെള്ളം കുടിക്കുന്നത് ഈ ഗുണങ്ങൾ നൽകുന്നു. ചെമ്പിന്റെ പ്രധാന ആരോഗ്യ ഗുണങ്ങൾ, അതായത് കോപ്പറിന്റെ രോഗപ്രതിരോധം വർദ്ധിപ്പിക്കുന്നു, ശരീരത്തിന് ആവശ്യമായ പ്രതിരോധ ശേഷി നൽകുന്നു, രക്തം ശുദ്ധീകരിക്കുന്നു, ഹിമോഗ്ലോബിൻ രൂപീകരണം വർദ്ധിപ്പിക്കുന്നതിനും സഹായിക്കുന്നു. തൈറോയിഡ് ഗ്രന്ഥിയുടെ ശരിയായ പ്രവർത്തനത്തിന് കോപ്പർ ആവശ്യമാണ്. വീക്കം കുറയ്ക്കാനും സന്ധിവേദന കുറയ്ക്കാനൊക്കെ സഹായിക്കുന്നു. ജലജന്യ രോഗങ്ങൾ ഉണ്ടാക്കുന്ന ബാക്ടീരിയകളെ നശിപ്പിക്കുന്നു. ആന്റി ഓക്സിഡന്റ് ഗുണങ്ങൾ ഫ്രീ റാഡിക്കലുകളെ നശിപ്പിച്ച് ക്യാൻസറിനെ തടയാൻ സഹായിക്കും. വിളർച്ച തടയുന്നു, ഇരുമ്പിന്റെ ആഗിരണം വർദ്ധിപ്പിക്കുന്നു. ഇതെങ്ങനെ ഉപയോഗിക്കാം എന്നുള്ളത് നമുക്കൊന്ന് നോക്കാം. ചെമ്പു പാത്രത്തിൽ വെള്ളം സൂക്ഷിച്ചു വെച്ച് കുടിക്കുന്നത് നല്ലതാണ്. ഇത് വെള്ളത്തെ ശുദ്ധീകരിക്കുകയും മുകളിൽ പറഞ്ഞ ഗുണങ്ങൾ നൽകുകയും ചെയ്യും. ചെമ്പ് ധരിക്കുന്നത് പോലും ശരീരത്തിന് ഗുണകരമാണെന്ന് പറയപ്പെടുന്നു. ചെമ്പ് എന്ന് ഉദ്ദേശിക്കുന്നത് ചെമ്പല്ല കേട്ടോ, ചെമ്പിന്റെ മോതിര, വളയ അങ്ങനത്തെ ഒക്കെയാണ്. കാരണം ഇത് ശരീരത്തിന്റെ സന്തുലിതാവസ്ഥ മെച്ചപ്പെടുത്തുന്നു. രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കുന്നതിനും പ്രതികൂല ചിന്തകളുടെ സ്വാധീനം ഒഴിവാക്കുന്നതിനുമായി ചെമ്പ് മോതിരങ്ങളോ വളകളോ ധരിക്കുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവുമല്ലോ അല്ലെ? ചെമ്പിന് ശരീരത്തിന് ഗുണകരമായ ചികിത്സാ ഗുണങ്ങൾ ഉണ്ടെന്ന് അറിയപ്പെടുന്നു. ഇതിൽ അടങ്ങിയിരിക്കുന്ന ആന്റി ബാക്ടീരിയൽ, ആന്റി മൈക്രോബയൽ ഗുണങ്ങൾ അതിനെ ശരീരത്തിന് ആവശ്യമായ ലോഹമാക്കി മാറ്റുന്നു. ഭക്ഷണത്തിലൂടെയും വെള്ളത്തിലൂടെയും നാം സാധാരണയായി ചെമ്പിന്റെ ഉപയോഗം നടത്തുന്നു. ഇരുണ്ട പച്ച ഇലക്കറികൾ, ധാന്യങ്ങള്, ബീൻസ്, ഉരുളക്കിഴങ്ങ് എന്നിവ കോപ്പറിന്റെ സമ്പന്നമായ ഉറവിടങ്ങളാണ്. കശുവണ്ടി, ഉണങ്ങിയ പഴങ്ങൾ, കുരുമുളക്, ഈസ്റ്റ് എന്നിവയിലും ഇത് ധാരാളം കാണപ്പെടുന്നു. ശരീരത്തെ ആരോഗ്യകരമായി നിലനിർത്തുന്നതിനും ശരീരത്തിന്റെ ഗുണപ്രദമായ ഊർജം വർദ്ധിപ്പിക്കുന്നതിനും കോപ്പർ ഉപയോഗിച്ച് വരുന്നുണ്ട്. നമ്മുടെ മാനസികാരോഗ്യം മെച്ചപ്പെടുത്തുന്നതിനും ഇത് ഫലപ്രദമാണെന്ന് അറിയപ്പെടുന്നു. കോപ്പർ മോതിരം ധരിക്കുന്നത് ശരീരത്തിലെ ചെമ്പിന്റെ കുറവുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾക്ക് പരിഹാരമാകും. ഉറക്ക തകരാറുകൾ പരിഹരിക്കാനും കാഴ്ചശക്തി മെച്ചപ്പെടുത്താനൊക്കെ നല്ലതാണ്. കോപ്പർ മോതിരം ധരിക്കുന്നത് ഹൃദയത്തെ ആരോഗ്യകരമായി നിലനിർത്തുകയും ഹൃദയാഘാതം, മറ്റ് ഹൃദയ സംബന്ധമായ പ്രശ്നങ്ങൾ തടയുകയും ചെയ്യുന്നു. വയറുമായി ബന്ധപ്പെട്ട മിക്ക പ്രശ്നങ്ങൾക്കും ഇത് അത്ഭുതകരമായ മാറ്റം നൽകുന്നു. അസിഡിറ്റി തടയുകയും ആമാശയം ലഘൂകരിക്കുകയും ചെയ്യുന്നു. ഇത് തൊണ്ടയെ ആരോഗ്യകരമായി നിലനിർത്തുകയും ചുമ പോലുള്ള തൊണ്ട സംബന്ധമായ പ്രശ്നങ്ങൾ സുഖപ്പെടുത്തുകയും ചെയ്യുന്നു. നഖങ്ങൾ ആരോഗ്യകരവും എല്ലായ്പ്പോഴും തിളക്കമുള്ളതുമായി നിലനിർത്തുകയും ചെയ്യുന്നു. ചെമ്പ് ശരീരത്തെ സുഖപ്പെടുത്തുന്നു. ഇത് അതായത് കോപ്പറാണ്. ഇത് നിങ്ങളുടെ ഇന്ദ്രിയങ്ങളെ നിയന്ത്രിക്കാൻ സഹായിക്കുന്നു. കോപം, ഉത്കണ്ഠ പോലുള്ള മോശം വികാരങ്ങളെ അകറ്റുകയും ചെയ്യുന്നു. താങ്ക് യു മിസ്. താങ്ക് യു ഫ്രണ്ട്സ്. ആ മിസ്, താങ്ക് യു. ഞാൻ ഇത്രയും ഗുണങ്ങളുണ്ട് മിസ് എനിക്ക് ഇതിങ്ങനെ തന്നപ്പോഴേ അറിയുന്നതന്നെ. Okay, ma'am. Today I am discussed about deficiency of vitamin D. Vitamin D is an essential vitamin for our body.
It helps in the growth and strength of bones and teeth and improves immunity. When the body does not get enough vitamin D, it is called vitamin D deficiency. വിറ്റാമിൻ ഡി ഡെഫിഷ്യൻസി എന്ന് പറഞ്ഞാൽ വിറ്റാമിൻ ഡി നമ്മുടെ ശരീരത്തിന് വളരെ പ്രധാനപ്പെട്ട ഒരു വിറ്റാമിൻ ആണ്. അസ്ഥികളുടെ ശക്തി, പല്ലുകളുടെ ആരോഗ്യം, പ്രതിരോധ ശേഷി എന്നിവയ്ക്കെല്ലാം വിറ്റാമിൻ ഡി ആവശ്യമാണ്. വിറ്റാമിൻ ഡി ശരീരത്തിൽ കുറയുന്നതിനെ വിറ്റാമിൻ ഡി ഡെഫിഷ്യൻസി എന്ന് പറയുന്നു. ഇനി ഇത് എങ്ങനെ നമുക്ക് നമ്മുടെ ശരീരത്തിൽ ഇതിന്റെ സോഴ്സുകൾ നോക്കാം. സോഴ്സ് ഓഫ് വിറ്റാമിൻ, വിറ്റാമിൻ ഡിയുടെ ഉറവിടം സൺലൈറ്റിലൂടെ നമുക്ക് വിറ്റാമിൻ ഡി ശരീരത്തിലേക്ക് പറ്റും. പിന്നെ ഫിഷില് പറഞ്ഞാല് സാൽമൺ, സാൻഡിൻ, പിന്നെ നെക്സ്റ്റ് എഗ് യോൾക്ക്, മുട്ടയുടെ മഞ്ഞ, പിന്നെ മിൽക്ക് ആൻഡ് മിൽക്ക് പ്രൊഡക്ട്സ്, ഈ പാലിന്റെ അങ്ങനത്തെ ഇതൊക്കെ കഴിക്കുന്നത് വിറ്റാമിൻ ഡി നമുക്ക് ലഭിക്കും. പിന്നെ ഫോർട്ടിഫൈഡ് ഭക്ഷണങ്ങൾ എന്നിവയൊക്കെ ഇത് കൊണ്ടാണ് നമുക്ക് വിറ്റാമിൻ ഡി കിട്ടുന്നത്. ഇനി ഇതിന് ഉണ്ടാകാനുള്ള കാരണങ്ങൾ നോക്കാം. കോസ് ഓഫ് വിറ്റാമിൻ ഡി ഡെഫിഷ്യൻസി, ലാക്ക് ഓഫ് എക്സ്പോസർ ടു സൺലൈറ്റ്, സൂര്യപ്രകാശം ലഭിക്കാതെ കൊണ്ട് നമുക്ക് വിറ്റാമിൻ ഡി കുറയും. വിറ്റാമിൻ ഇപ്പൊ ചെറിയ കുട്ടികളൊക്കെ നമ്മള് ചെറുപ്പത്തിലൊക്കെ നമ്മള് സൂര്യപ്രകാശം കാണിക്കുന്നത്, അങ്ങനെ വിറ്റാമിൻ ഡി കുറവുള്ളപ്പോ സൂര്യപ്രകാശം കാണിക്കണം. പിന്നെ പുവർ ഡയറ്റ്, പോഷകാഹാര കുറവ്. പിന്നെ സ്പെൻഡിങ് മോർ ടൈം ഇൻഡോർസ്, വീട്ടിൽ കൂടുതൽ സമയം ചിലവഴിക്കുന്നവരൊക്കെ ഉണ്ടല്ലോ, അവർക്കൊക്കെ വിറ്റാമിൻ ഡി കുറയാൻ സാധ്യതയുണ്ട്. പിന്നെ ഓൾഡ് ഏജ് പറഞ്ഞാൽ വയസ്സായ ആളുകൾക്ക് ശരീരത്തിൽ വിറ്റാമിൻ ഡി നിർമ്മാണം കുറയും. ഇതിന്റെ ലക്ഷണങ്ങൾ നോക്കാം. വിറ്റാമിൻ ഡി ഡെഫിഷ്യൻസി വന്നാലുള്ള ലക്ഷണങ്ങൾ, നമുക്ക് എന്തെല്ലാം ലക്ഷണങ്ങളാണ് നമ്മുടെ ശരീരത്തിൽ നമുക്ക് കാണിക്കുന്നുണ്ട് അത് നോക്കാം. ബോൺ പെയിൻ, അസ്ഥിവേദന, ടയേർഡ്നെസ്, ക്ഷീണേക്കാരം, എപ്പോഴും നമുക്ക് ക്ഷീണേക്കാരം. പിന്നെ മസിൽ വീക്ക്നെസ്, പേശിവേദന. പിന്നെ പുവർ ബോൺസ് ഗ്രോത്ത് ഇൻ ചിൽഡ്രൻ, കുട്ടികളെ അസ്ഥിയുടെ വളർച്ചക്കുറവ് സംഭവിക്കും ഇങ്ങനെ ഡി കുറവുണ്ടായാൽ. ലോ ഇമ്മ്യൂണിറ്റി, പ്രതിരോധ ശേഷിയും കുറയും കുട്ടികളിൽ. ഇതിന്റെ എഫക്ട്സുകൾ നോക്കാം. വീക്ക് ആൻഡ് ബ്രിട്ടിൽ ബോൺസ്, അസ്ഥികൾ ദുർബലമാകും ഇങ്ങനെ ഡി കുറഞ്ഞാല്. ഡെഫിഷ്യൻസി ഡിയിലെ ഡെഫിഷ്യൻസി ഉണ്ടായാൽ നമുക്ക് അസ്ഥികളുടെ ദുർബലക്കുറവ് ഉണ്ടാകും. പിന്നെ ഓസ്റ്റിയോഫോറസിസ്, അസ്ഥികൾ എളുപ്പം പൊട്ടുന്ന രോഗം ഉണ്ടാകും. പിന്നെ റിക്കറ്റ്സ് ഇൻ ചിൽഡ്രൻ പറഞ്ഞാൽ വിറ്റാമിൻ ഡി കുറവുള്ള കുട്ടികൾക്ക് കാണപ്പെടുന്ന ഒരു രോഗമാണ് റിക്കറ്റ്സ്. പിന്നെ ഇൻക്രീസസ് റിസ്ക് ഓഫ് ഫാക്ടേഴ്സ്, മുതിർന്നവര് അസ്ഥികൾ എളുപ്പം പൊട്ടും. അതുകൊണ്ടൊക്കെ നമുക്ക് വിറ്റാമിൻ ഡി കുറഞ്ഞാൽ നമുക്ക് ഇങ്ങനെയൊക്കെ സംഭവിക്കും നമ്മുടെ ശരീരത്തില്. പിന്നെ അതിന്റെ പ്രതിരോധങ്ങൾ ചികിത്സയും, പ്രിവെൻഷൻ ആൻഡ് ട്രീറ്റ്മെന്റ്. അതിനുള്ള ട്രീറ്റ്മെന്റ് എന്തൊക്കെയാ വെച്ചാല് ഗെറ്റ് 50 to 12 minutes ഓഫ് സൺലൈറ്റ് ഡെയിലി, ദിവസവും 15-20 മിനിറ്റ്. 12 എന്നാണല്ലേ പറഞ്ഞത്, 50 to 20 ആണ് കേട്ടോ. ദിവസവും 15-20 മിനിറ്റ് സൂര്യപ്രകാശം സ്വീകരിക്കണം. ഇപ്പൊ ഈ സൂര്യപ്രകാശം തട്ടാതെ നമ്മൾ വീട്ടിന്റെ ഉള്ളില് അങ്ങനെയൊക്കെ നിൽക്കുന്നവർക്കൊക്കെ ഇതുണ്ടാവും. അപ്പോ നമ്മൾ കഴിയുന്നത് ഒരു ദിവസം നമ്മള് 15-20 അല്ലെങ്കിൽ 20 മിനിറ്റ് ഒക്കെ നമ്മൾ സൂര്യപ്രകാശം നമുക്ക് കിട്ടുന്നതാണ്. പിന്നെ ഈറ്റ് വിറ്റാമിൻ ഡി റിച്ച് ഫുഡ്സ്, വിറ്റാമിൻ ഡി തുടങ്ങിയ ഭക്ഷണങ്ങൾ കൂടുതലായിട്ട് കഴിക്കണം. കുട്ടികൾക്കൊക്കെ നമ്മൾ അങ്ങനെ വിറ്റാമിൻ ഡി അടങ്ങിയ ഭക്ഷണങ്ങൾ കൊടുക്കണം. അല്ലെങ്കിൽ ഇങ്ങനെ കുറവ് ഉണ്ടായാൽ നമുക്ക് ഇങ്ങനത്തെ രോഗങ്ങളും ഒക്കെ ബാധിക്കും. ടേക്ക് സപ്ലിമെന്റ് ഓഫ് അഡ്വൈസ് ബൈ എ ഡോക്ടർ, നിർദ്ദേശം അനുസരിച്ച് സപ്ലിമെന്റുകൾ ഉപയോഗിക്കുക. ഇതിന്റെ കൺക്ലൂഷൻ എന്ന് പറഞ്ഞാൽ വിറ്റാമിൻ ഡി ഡെഫിഷ്യൻസി ഈസ് ആൻ കോമൺ ഹെൽത്ത് പ്രോബ്ലം, ബട്ട് ഇറ്റ് ക്യാൻ ബി പ്രിവെന്റഡ് വിത്ത് ഹെൽത്തി ലൈഫ് സ്റ്റൈൽ ആൻഡ് പ്രോപ്പർ ന്യൂട്രിഷൻ. വിറ്റാമിൻ ഡി ഡെഫിഷ്യൻസി നമ്മുടെ ആരോഗ്യത്തെ ഗുരുതരമായി ബാധിക്കുന്ന ഒരു പ്രശ്നമാണ്. ശരിയായ ജീവിതശൈലിയും പോഷകാഹാരവും വഴി ഇത് ഒഴിവാക്കാം. വിറ്റാമിൻ ഡി കൊണ്ട് ഇത്രയും പ്രശ്നം ഉണ്ടെന്ന് നമുക്കറിയില്ല. ഇങ്ങനെ നമ്മൾ ഓരോന്നിനെ നമ്മളിങ്ങനെ ശരിയാക്കുമ്പോൾ നമുക്ക് ഇതിനെ കുറിച്ച് അറിയും. ഇതാണ് വിറ്റാമിൻ ഡി ഡെഫിഷ്യൻസി. ഓക്കെ അല്ലേ മാം? ഓക്കെ ഏടാ, നന്നായിരുന്നു കേട്ടാ. മൃദുല,
Yes, ma'am. Good afternoon, ma'am. Good afternoon, my dear friends. Next നമ്മൾ ടോപ്പിക് വരുന്നത് വൈറ്റമിൻ എ ആണ്. വൈറ്റമിൻ എന്റെ രാസനാമമാണ് റെറ്റിനോൾ എന്നത്. അപ്പോ ഫസ്റ്റ് നമ്മൾ വൈറ്റമിൻ എന്താ നമുക്ക് മുന്നേ നമ്മൾ പഠിച്ചു. അതായത് നമ്മൾ കഴിക്കുന്ന ഭക്ഷണ പദാർത്ഥങ്ങളിൽ നിന്നാണ് നമുക്ക് ഊർജ്ജം ലഭിക്കുന്നത്. അപ്പൊ നമ്മൾ കഴിക്കുന്ന ഭക്ഷണ പദാർത്ഥങ്ങളെ ഊർജ്ജമാക്കി മാറ്റുന്ന ഒരു പ്രവർത്തനത്തിലെ പ്രധാനപ്പെട്ട പങ്ക് വഹിക്കുന്ന ആരാണ്? നമ്മുടെ വൈറ്റമിൻസ് ആണ്, അല്ലെങ്കിൽ വിറ്റാമിൻസ്. നമ്മുടെ ശരീര വളർച്ചയ്ക്കും പിന്നെ എന്താണ് ശരീര പ്രവർത്തനങ്ങൾക്കും എന്താണ് ഈ വൈറ്റമിൻസ് അത്യാവശ്യമാണ്. പിന്നെ നമ്മൾ ഈ വൈറ്റമിൻ എന്ന പദം നമ്മൾ സ്പ്ലിറ്റ് വൈറ്റ പിൻ ആമിൻസ്. വൈറ്റ എന്ന് പറഞ്ഞത് ലൈഫാണ്, അത് ലാറ്റിൻ വേർഡ് ആണ്. പിന്നെ ഞാൻ ജസ്റ്റ് ഇത് ഇൻട്രോഡക്ഷൻ പറഞ്ഞു എന്നുള്ളൂ കേട്ടോ, അത് ഓൾറെഡി നമുക്ക് അറിയേണ്ട കാര്യങ്ങൾ തന്നെയാണ്. പിന്നെ വൈറ്റമിൻ എന്ന പദം ആദ്യമായി ഉപയോഗിച്ച വ്യക്തി എന്ന് പറയുന്നത് കാസിമർ ഫങ്ക് ആണ്. ഇത് കണ്ടെത്തിയ വ്യക്തി ഫ്രെഡറിക് ഹോക്കിൻസ് ആണ്. നമ്മൾ ഈ വൈറ്റമിൻ എ എന്ന് പറയുന്നത് ഫാറ്റ് സോല്യൂബിൾ വൈറ്റമിൻസ് ആണ്. എ, ഡി, ഇ, കെ എന്ന് പറയുന്ന 4 എണ്ണാണ് നമ്മളെ ഫാറ്റ് സോല്യൂബിൾ വൈറ്റമിൻസ്. അതിന്റെ ബി ആൻഡ് സി മാത്രമാണ് എന്ത് വാട്ടർ സോല്യൂബിൾ വൈറ്റമിൻസ് എന്ന് പറയുന്നത്. പിന്നെ വൈറ്റമിൻ എ എന്ന് പറയുമ്പോൾ എന്തിനൊക്കെ ആവശ്യമുണ്ട് നമുക്ക്? നല്ല കാഴ്ചക്ക്, നമ്മുടെ ശരീരത്തിന്, പിന്നെ പ്രതിരോധശേഷി, ശരീര വളർച്ച, കണ്ണിന്റെ ത്വക്കുകളെ സംരക്ഷിക്കല് എന്നിവയ്ക്കൊക്കെ അത്യാവശ്യമായിട്ടുള്ള ഒരു വൈറ്റമിൻ ആണ് വൈറ്റമിൻ എ എന്ന് പറയുന്നത്. വൈറ്റമിൻ എ കുറവ് പ്രധാനമായും കാണുന്നത് ആരിലൊക്കെയാണ്? നമുക്ക് കുട്ടികള്, പിന്നെ ഗർഭിണികള്, പിന്നെ ഈ ഓൾഡായ നമ്മളെ വീട്ടിലുള്ളവർക്കൊക്കെ ചിലർക്കൊക്കെ ഈ ഒരു വൈറ്റമിൻ എ കുറവ് കാണപ്പെടാറുണ്ട്. പിന്നെ വൈറ്റമിൻ എയുടെ സോഴ്സ് എന്ന് പറഞ്ഞാല് അനിമൽ സോഴ്സിൽ നമുക്ക് ലിവർ, ഫിഷ്, മിൽക്ക്, കേട്, ബട്ടർ, പിന്നെ എഗ് യോക്ക്, ഇതിലൊക്കെയാണ് ഏറ്റവും കൂടുതൽ നമുക്ക് വൈറ്റമിൻ എ കിട്ടുന്നത്. പിന്നെ പ്ലാന്റ് സോഴ്സ് എന്ന് പറയുമ്പോൾ നമുക്ക് ക്യാരറ്റ്, സ്പിനാച്ച്, സ്വീറ്റ് പൊട്ടാറ്റോ, മാംഗോ, പപ്പായ, പംകിൻ, വെജിറ്റബിൾസ്, ഇതിലൊക്കെ ഏറ്റവും കൂടുതൽ നമുക്ക് വൈറ്റമിൻ എ ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട്. അപ്പൊ ഇതൊക്കെ നമ്മൾ നല്ലോണം ഭക്ഷണത്തിലും നമ്മൾ ഇത് ഉൾപ്പെടുത്തണം. ഇനി വൈറ്റമിൻ എയുടെ പ്രവർത്തനങ്ങൾ എന്ന് പറഞ്ഞാല് വൈറ്റമിൻ എ എന്ന് പറയുമ്പോൾ എന്തിനൊക്കെ ഉണ്ട്? നമ്മൾ നല്ല കാഴ്ചക്ക്, പിന്നെ ചർമ്മം, കണ്ണിന്റെ ആരോഗ്യം നിലനിർത്താന്, പിന്നെ ശരീരത്തിന്റെ പ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കാന്, കുട്ടികളുടെ വളർച്ചയ്ക്കും വികസനത്തിനും സഹായിക്കുന്നു. പിന്നെ നമ്മളെ റിക്വയർഡ് ഫോർ റീപ്രൊഡക്റ്റീവ് ഹെൽത്തിന് നമ്മൾ വൈറ്റമിൻ എ സഹായിക്കുന്നുണ്ട്. പിന്നെ എന്താണ് ഈ വൈറ്റമിൻ എ എന്ന് പറഞ്ഞാൽ കരളില് സംഭരിക്കുന്ന ഏതൊരു വൈറ്റമിനാണ് വൈറ്റമിൻ എ എന്നുള്ളത് കേട്ടോ. കരളിൽ സംഭരിക്കുന്ന ഒരു വിറ്റാമിൻ ആണ് വൈറ്റമിൻ എ എന്ന് പറയുന്നത്. ഇനി വൈറ്റമിൻ എന്റെ കുറവ് എന്താ കാരണം വെച്ചാൽ നമുക്ക് പോഷകാഹാര കുറവ് മൂലം നമുക്ക് വൈറ്റമിൻ എന്റെ ഇത് കുറയാം. പിന്നെ മാൽന്യൂട്രീഷൻ ആൻഡ് പോവർട്ടി എന്നുള്ളവർക്കൊക്കെ ഈ വൈറ്റമിൻ എന്റെ കുറവ് കാണാം. പിന്നെ എന്തെങ്കിലും അസുഖങ്ങൾ വന്നാൽ കുറച്ച് നീണ്ട ഒരു വയറിളക്കം അങ്ങനത്തെ പോലെ അസുഖങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ നമുക്ക് വളരെ വൈറ്റമിൻ എന്റെ കുറവ് നമുക്ക് അനുഭവപ്പെടാം. ഭക്ഷണം കഴിക്കാത്ത അവസ്ഥ, അതായത് വേണ്ട ഫുഡ് നമുക്ക് ഇൻടേക്ക് എടുക്കാൻ പറ്റാത്ത അവസ്ഥകളൊക്കെ വരുമ്പോൾ നമുക്ക് വൈറ്റമിൻ എന്റെ കുറവുണ്ടാവും. ഇനി അതിന്റെ ഡെഫിഷ്യൻസി എന്ന് പറയുന്നത് നൈറ്റ് ബ്ലൈൻഡ്നെസ്, അതായത് മാലക്കണ്ണ് പറയും, രാത്രി നമുക്ക് കണ്ണ് കാണാത്ത അവസ്ഥ. പിന്നെ സിറഫ്താൽമിയ, വരണ്ട ഒരു അവസ്ഥ, കണ്ണുകളൊക്കെ ഒരു വരണ്ട അവസ്ഥ. പിന്നെ കൺജക്ടൈവൽ സീറോസിസ് പറഞ്ഞാല് കണ്ണിന്റെ വെളുത്ത ഭാഗം വരണ്ടു പോവുക, അതാണ് കൺജക്ടൈവൽ സീറോസിസ് എന്ന് പറഞ്ഞാല്. അടുത്തത് ബൈറ്റോഡ് സ്പോട്ട്, അതായത് കണ്ണിലെ വെള്ള നിറത്തിലുള്ള പാടുകൾ. ബൈറ്റോഡ് സ്പോട്ട് പറഞ്ഞാല് കണ്ണില് വെള്ള നിറത്തിലുള്ള പാടുകൾ ഉണ്ടാവുന്ന അവസ്ഥയ്ക്കാണ് ബൈറ്റോഡ് സ്പോട്ട് എന്ന് പറയുന്നത്. അടുത്തത് കോർണിയൽ സീറോസിസ്, അതായത് കണ്ണിന്റെ മുൻവശത്തുള്ള കോർണിയ വരണ്ടതും മങ്ങിയ അവസ്ഥയ്ക്കാണ് നമ്മൾ എന്ത് പറയുന്നത്? കോർണിയൽ സീറോസിസ് എന്ന് പറയുന്നത്. അടുത്തത് കെരാറ്റോമലേഷ്യ, അതായത് അതേപോലെ തന്നെ കോർണിയ മൃദുവായി ഉരുകുന്ന, അതായത് മെൽറ്റ് ചെയ്യുന്ന ഒരു അവസ്ഥ. ഇതൊരു അത്യാഹിത അവസ്ഥയാണ് കേട്ടോ ഈ കെരാറ്റോമലേഷ്യ എന്ന് പറയുന്നത്. നെക്സ്റ്റ് എന്ന് പറയുന്നത് ഇത് ശരീരത്തിൽ ഉണ്ടാകുന്ന മറ്റു പ്രശ്നങ്ങള്, അതായത് അണുബാധ കൂടുതലാകും. വൈറ്റമിൻ എ കുറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അണുബാധ ശരീരത്തിൽ കൂടുതലായി പോകും. എന്തെങ്കിലും ഇപ്പൊ അസുഖങ്ങൾ, ചെറിയ മീസിൽസ് പോലെ അസുഖങ്ങൾ വന്നു കഴിഞ്ഞാല് നമ്മുടെ ശരീരത്തിൽ ഇൻഫെക്ഷൻ കൂടുതലായിരിക്കും. പിന്നെ കുട്ടികളിൽ വളർച്ച സ്ലോലി ആയിരിക്കും. പിന്നെ അനീമിക് ആവും നമ്മള്. പിന്നെ ഒരു മോർട്ടാലിറ്റിക്ക് ഒരു സാധ്യത ഉണ്ട്. പിന്നെ ഇതിന്റെ ഒരു രോഗനിർണയം പറഞ്ഞാല് ക്ലിനിക്കൽ എക്സാമിനേഷൻ ഓഫ് ഐസ് ആൻഡ് സ്കിൻ, കൃത്യമായിട്ട് നമ്മളെ കണ്ണും ശരീരം നമ്മൾ ക്ലിനിക്കൽ എക്സാമിനേഷൻ ചെയ്യണം. പിന്നെ രക്തത്തിലെ വൈറ്റമിൻ എ നില പരിശോധിക്കണം. പോഷകക്കുറവ് നമ്മൾ ഹിസ്റ്ററിന്റെ വിലയിരുത്തണം. പിന്നെ ട്രീറ്റ്മെന്റ് എന്ന് പറഞ്ഞാല് ഹൈ ഡോസ് വൈറ്റമിൻ എ സപ്ലിമെന്റേഷൻ ആസ് പെർ WHO ഗൈഡ് ലൈൻസ്. WHO മാർഗനിർദ്ദേശ പ്രകാരം വൈറ്റമിൻ എ നമ്മൾ കൃത്യമായിട്ട് നൽകണം കുട്ടികളിൽ. പിന്നെ
പോഷകാഹാരം മെച്ചപ്പെടുത്തുക, കണ്ണ് സംബന്ധമായ പ്രശ്നങ്ങൾക്ക് പ്രത്യേക ചികിത്സ നൽകുക. ഇതിന്റെ പ്രതിരോധ മാർഗങ്ങൾ എന്ന് പറഞ്ഞാല് വൈറ്റമിൻ എ ധാരാളം അടങ്ങിയ ഭക്ഷണം നമ്മൾ എന്താണ് ഉൾപ്പെടുത്തുക. വൈറ്റമിൻ എ സപ്ലിമെന്റേഷൻ നൽകുക. കുട്ടികൾക്ക് എന്താണ് ഈ കുത്തിവയ്പ്പിലൂടെ നമുക്ക് എന്താണ് 9ാം മാസം തൊട്ട് നമ്മൾ കുട്ടികൾക്ക് വൈറ്റമിൻ എ നമ്മൾ തുള്ളിമരുന്ന് നമ്മൾ നൽകുന്നുണ്ട്. 5 വയസ്സ് വരെ ഓരോ 6 മാസം ഇടവിട്ടാണ് നമ്മൾ നൽകുന്നത്. അത് കൃത്യമായിട്ട് നമ്മൾ കുട്ടികൾക്ക് കൊടുക്കുന്നുണ്ടോ നമ്മൾ ഉറപ്പുവരുത്തണം. പിന്നെ മുലയൂട്ടിൽ പ്രോത്സാഹിപ്പിക്കുക. എന്നൊക്കെയാണ് നമുക്ക് ഇതിന് ചെയ്യാനുള്ള ഒരു മാർഗങ്ങൾ. താങ്ക് യു മാം. നന്നായിരുന്നു മൃദുല. ലിൻഷി. Good morning, ma'am. Good morning, my dear friends. Today I'm going to talk about vitamin K. വൈറ്റമിൻ കെ എന്ന പേരിന്റെ ഉത്ഭവം എന്ന് പറഞ്ഞാൽ ജർമ്മൻ പദമായ കൊയാഗുലേഷൻ, KOAGULATION, കൊയാഗുലേഷൻ, അതിന്റെ അർത്ഥം കട്ടുപിടിക്കൽ. അതിൽ നിന്നാണ് ഇതിന് കെ എന്ന പേര് ലഭിച്ചത്. അപ്പൊ വൈറ്റമിൻ കെയുടെ അതിന്റെ പ്രവർത്തനം എന്താന്ന് വെച്ചാല് രക്തം കട്ടപിടിക്കാൻ സഹായിക്കുന്ന പ്രോട്ടീനുകളുടെ ഉൽപാദനത്തിന് ഈ വൈറ്റമിൻ കെ അത്യാവശ്യമാണ്. പിന്നെ മുറിവുകൾ ഉണക്കാനും എല്ലുകളുടെ ആരോഗ്യം നിലനിർത്താനും ഇത് സഹായിക്കുന്നു. പിന്നെ വൈറ്റമിൻ കെ 2 ജീവങ്ങളാണ് അടങ്ങിയിരിക്കുന്നത്, K1 K2. അപ്പം വൈറ്റമിൻ K1 അടങ്ങിയിരിക്കുന്നത് ഗ്രീൻ ലീഫി വെജിറ്റബിൾസിലാണ്. അതുപോലെ വൈറ്റമിൻ K2 ഇത് കുടലിലെ ബാക്ടീരിയകളാണ് അത് നിർമ്മിക്കുന്നത്. കൂടാതെ ചില ആനിമൽ പ്രൊഡക്ട്സിലും ഇത് കാണപ്പെടുന്നുണ്ട്. പിന്നെ ഇതിന്റെ വൈറ്റമിൻ കെ റിമൂവ്സ് കാൽഷ്യം ഫ്രം ദ ബ്ലഡ് സ്ട്രീം ആൻഡ് ഡെപ്പോസിറ്റ് ഓൺ ദ ബോൺ ആൻഡ് ടീത്ത്. സോ ബോൺ ആൻഡ് ടീത്തും ഹെൽത്തി ആയിട്ട് ഇരിക്കാൻ ഇത് സഹായിക്കും. പിന്നെ ഇറ്റ് റിമൂവ്സ് കാൽഷ്യം ഫ്രം ദ ബ്ലഡ് സ്ട്രീം, സോ പ്ലേക്ക് ഫോർമേഷൻ അവോയ്ഡ് ചെയ്യാനായിട്ട് ഇത് സഹായിക്കും. അതുകൊണ്ട് ഹാർട്ട് ഫങ്ഷൻ സ്മൂത്ത്ലി ഡെവലപ്പിംഗ് ഹാർട്ട് ഡിസീസ് വെരി ലെസ് ആയിരിക്കും. പിന്നെ സോഴ്സസ് ഓഫ് വൈറ്റമിൻ കെ അടങ്ങിയിരിക്കുന്ന പ്രധാന ഭക്ഷണങ്ങൾ എന്ന് വെച്ചാൽ ചീര, ബ്രൊക്കോളി, ചീര എല്ലാത്തരം, പാലക്ക്, ചുമന്ന ചീര, പച്ചച്ചീര, അങ്ങനത്തെ ചീര എല്ലാ ലീഫി വെജിറ്റബിൾസും, പിന്നെ ബ്രൊക്കോളി, ക്യാബേജ്, ഫ്രൂട്ട്സ് ആയ കിവി, അവക്കാഡോ, പിന്നെ സോയാബീൻ, പിന്നെ ഓയില്, നോൺ വെജുകളായ മുട്ട, മിൽക്ക്, ചിക്കൻ, ഇതിലെല്ലാം വൈറ്റമിൻ കെ അടങ്ങിയിട്ടുണ്ട്. ഇതിന്റെ കുറവ് വന്നാൽ നമുക്ക് രക്തസ്രാവമാണ് ഉണ്ടാവുന്നത്. ഇത് ചതവുകളും മുറിവുകളും, അതുപോലെ മൂക്കിൽ നിന്ന് രക്തം വരിക, എന്തെങ്കിലും മുറിവുണ്ടായാൽ കണ്ടിന്യൂസ് ബ്ലീഡിങ് ഉണ്ടായിക്കൊണ്ടിരിക്കും. വൈറ്റമിൻ കെ കുറവുണ്ടായാൽ ക്ലോട്ടിംഗ് ഫോർമേഷൻ ലോ ആയതുകൊണ്ട് ബ്ലീഡിങ് കൺട്രോൾ ചെയ്യാനായിട്ട് ബുദ്ധിമുട്ടുണ്ടാകും. പിന്നെ ഇത് നവജാത ശിശുക്കളിൽ, ഇൻഫൻസിന്, ന്യൂബോൺ ബേബീസിന് വരികയാണെങ്കിൽ ഇത് അപകടകരമാണ്. വൈറ്റമിൻ കെ ഇൻ ഇൻഫൻസ്, സംടൈംസ് വൈറ്റമിൻ കെ ഈസ് ലോ ഇൻ ഇൻഫൻസ് അറ്റ് ബർത്ത്. സോ in some hospital, as per protocol, the infant is then administered with a vitamin K injection to avoid bleeding and clotting disorders. നവജാത ശിശുക്കളിൽ ജനിക്കുന്ന ന്യൂബോൺ ബേബീസിൽ വൈറ്റമിൻ കെ കൊടുക്കുന്നുണ്ട്. കാരണം അത് മുന്നോട്ടേക്ക് ബ്ലീഡിങ് ഡിസോർഡേഴ്സും എന്തെങ്കിലും ഉണ്ടാവും, അത് അവോയ്ഡ് ചെയ്യാനായിട്ട് ഇപ്പോൾ വൈറ്റമിൻ കെ ന്യൂബോൺ ബേബീസിന് കൊടുക്കുന്നുണ്ട്. പിന്നെ ഡെഫിഷ്യൻസി ഓഫ് വൈറ്റമിൻ കെ, ബ്ലീഡിങ് ഡിസോർഡേഴ്സ് കാൻ affect heart health. People who is having problem in the intestine absorption, intestine എന്തെങ്കിലും രോഗങ്ങളൊക്കെ ഉണ്ടായാൽ അത് അബ്സോർപ്ഷനെ ബാധിക്കും. അതുകൊണ്ട് അങ്ങനെയുള്ളവർക്ക് വൈറ്റമിൻ കെ ഡെഫിഷ്യൻസി ഉണ്ടാകാനുള്ള ചാൻസസ് ഉണ്ട്. അതുപോലെ ലോങ് ടൈം ആന്റിബയോട്ടിക് എടുക്കുന്ന ആൾക്കാർക്കും ഈ വൈറ്റമിൻ കെ ഡെഫിഷ്യൻസി വരാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് വൈറ്റമിൻ കെ സപ്ലിമെന്റ്സ് എടുക്കുന്നതിനേക്കാളും നല്ലത് നാച്ചുറൽ ആയിട്ട് നമ്മൾ ഫുഡ് നിന്ന് കിട്ടുന്ന ഫുഡിനെ ആശ്രയിച്ച് വേണം നമ്മൾ വൈറ്റമിൻ കെ എടുക്കാനായിട്ട്. കൂടുതലും ഗ്രീൻ ലീഫി വെജിറ്റബിൾസ് എടുക്കുക, അതുപോലെ അനിമൽസിന്റെ പ്രോട്ടീനുകളും എടുക്കുക. പിന്നെ ഇത് വൈറ്റമിൻ കെ ഒരു ഫാറ്റ് സൊല്യൂബിൾ വൈറ്റമിൻ ആണ്.
അതുകൊണ്ട് നമ്മൾ ഗ്രീൻ സലാഡുകളൊക്കെ കഴിക്കുമ്പോൾ അതിൽ ഒലിവ് ഓയില് ഇങ്ങനെ ഒരു ഒന്ന് ഡ്രിസിൽ ചെയ്തിട്ട് ഡ്രോപ്പ് ഉപയോഗിച്ച് നമ്മൾ ഗ്രീൻ വെജിറ്റബിൾസ് കഴിക്കുവാണെങ്കിൽ നല്ലതായിരിക്കും. താങ്ക് യു. നന്നായിരുന്നു. താങ്ക് യു. ഷൈമ. ഷൈമ മാം. ഗുഡ് ആഫ്റ്റർനൂൺ മാം ആൻഡ് ഗുഡ് ആഫ്റ്റർനൂൺ മൈ ഡിയർ ഫ്രണ്ട്സ്. ഞാൻ ഇന്നിവിടെ പറയാൻ പോകുന്നത് വൈറ്റമിൻ സിനെ കുറിച്ചിട്ടാണ്. വൈറ്റമിൻ സി ഈസ് ആൾസോ നോൺ ആസ് എ അസ്കോബിക് ആസിഡ്. അസ്കോബിക് ആസിഡ് എന്നാണ് വൈറ്റമിൻ സിന്റെ വേറൊരു പേര്. വൈറ്റമിൻ സി ഈസ് എ വാട്ടർ സൊല്യൂബിൾ വൈറ്റമിൻ. അത് വാട്ടർ സൊല്യൂബിൾ, വെള്ളത്തിൽ ലയിച്ചു ചേരുന്ന ഒരു വൈറ്റമിൻസ് ആണ് വൈറ്റമിൻ സി. വൈറ്റമിൻ സിന്റെ ഇമ്പോർട്ടൻസ് ആണ് അടുത്തത്. അത് വൈറ്റമിൻ സി ഈസ് ക്രൂഷ്യൽ ഫോർ ടിഷ്യൂ റിപ്പയർ, കൊളാജൻ പ്രൊഡക്ഷൻ, അതായത് സ്കിൻ, ബ്ലഡ് വെസൽസ്, ബോൺസ്. കൊളാജൻ എന്നുള്ള ഒരു പ്രോട്ടീൻ ഉൽപ്പാദിപ്പിക്കാൻ വേണ്ടിയിട്ട് വൈറ്റമിൻ സി നമുക്ക് അത്യാവശ്യമാണ്. പിന്നെ അയൺ അബ്സോർപ്ഷൻ ആൻഡ് ഇമ്മ്യൂണി ഫംഗ്ഷൻ, അയൺ അബ്സോർപ്ഷനും ഇമ്മ്യൂണി ഫംഗ്ഷനും ഒക്കെ വൈറ്റമിൻ സി നമുക്ക് അത്യാവശ്യമാണ്. വൈറ്റമിൻ സിന്റെ വേറൊരു ബെനിഫിറ്റ് എന്ന് പറയുന്നത് ആക്ട് ആസ് ആൻ ആന്റി ഓക്സിഡന്റ്, പ്രൊമോട്ട് സ്ട്രോങ് ഇമ്മ്യൂണി സിസ്റ്റം, സപ്പോർട്ട് നെർവ് സെൽ മെയിൻറ്റെയിൻസ്. ഇത് നല്ലൊരു ആന്റി ഓക്സിഡന്റ് ആയി പ്രവർത്തിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് വൈറ്റമിൻ സി നമുക്ക് ഉപകരിക്കുന്നത്. അപ്പൊ ആന്റി ഓക്സിഡന്റിന്റെ ഒരു ഏജന്റും കൂടിയാണിത്. പിന്നെ വൈറ്റമിൻ സി മൂലം നമുക്ക് കോമൺ സിംറ്റംസ്, കുറച്ച് കോമൺ സിംറ്റംസ് കാണാം. അത് ഫസ്റ്റ് ഓഫ് ഓൾ ഫാറ്റിഗ് ആൻഡ് വീക്ക്നെസ്, ക്ഷീണവും നല്ല ബലഹീനത ഉണ്ടാവും, ലാക്ക് ഓഫ് എനർജി, അതായത് നമ്മുടെ ശരീരത്തിൽ ഊർജ്ജം നഷ്ടപ്പെടുന്ന കാരണം നല്ല ക്ഷീണം അനുഭവപ്പെടാം. പിന്നെ ഇറിറ്റബിലിറ്റി പറഞ്ഞാൽ വിഷാദം, മൂഡ്, നമ്മുടെ മാനസികാവസ്ഥയിൽ വരുന്ന മാറ്റങ്ങൾ. മൂന്നാമത്തേത് റഫ് ബഫി സ്കിൻ, ഒരു പരുക്കനായിട്ടുള്ള ഒരു സ്കിന്നും ഒരു തടിച്ച ഒരു ചർമ്മം അങ്ങനെ വരാം. അതായത് ഡ്രൈ സ്കാല ഒരു ബഫി സ്കിൻ, തടിച്ച ഒരു ശരീരം പോലെ വരാം. പിന്നെ ഈസി ബ്രൂവിസിങ്, എളുപ്പത്തിലുള്ള ചതവ്, അതായത് നമ്മുടെ സ്കിന്നുകളിൽ റെഡ് അല്ലെങ്കിൽ പർപ്പിൾ കളറായിട്ടുള്ള ചെറിയ പാടുകളോ അല്ലെങ്കിൽ വലിയ ചതവുകളോ നമ്മൾ തൊടുമ്പോഴേക്കും സ്കിന്നൊക്കെ റെഡ് ആവും. അങ്ങനെയുള്ളതൊക്കെ ഇതിന്റെ കാരണങ്ങളാണ്. പുവർ വൗണ്ട് ഹീൽ, മുറികൾ ഉണങ്ങാനുള്ള താമസം, പെട്ടെന്ന് ഉണങ്ങി പോവില്ല മുറികൾ. പിന്നെ അതിൽ പ്രധാന വേറൊരു ലക്ഷണം കാണുന്നത് ഗം ഇഷ്യൂസ് ആണ്. അതായത് ഈ മോണകളിൽ വരുന്ന മോണകൾ കൂടെ ഇങ്ങനെ ബ്ലീഡിങ് ഉണ്ടാവും, ബ്ലഡ് ഇങ്ങനെ വരും. പല്ലുകൾ അയവ്, രക്തസ്രാവമുള്ള മോണകള്, പല്ലുകൾ ഇളകി പോവുക, ഇതൊക്കെ ഇതിന്റെ ലക്ഷണങ്ങളാണ്. പിന്നെ സിവിയർ ഡെഫിഷ്യൻസി എന്ന് പറയുന്നത് സ്കർവിയാണ്. സ്കർവി പറയുമ്പോൾ അത് അതിന് മെയിനായിട്ട് അനീമിയ ആയിട്ടുണ്ടാവും, അനീമിയക്ക് ആയിട്ട് ആളുകളെ കാണപ്പെടും. പിന്നെ ജോയിന്റ് പെയിൻ, സ്വെല്ലിങ്, അതായത് ഈ അനീമിയ വൈറ്റമിൻ സി ഏറ്റവും കുറഞ്ഞു പോകുമ്പോൾ നമുക്ക് സ്കർവി എന്നുള്ള ഡെഫിഷ്യൻസിയിലേക്ക് അത് മാറും. അപ്പൊ വരുന്ന ലക്ഷണങ്ങളാണ് ഈ അനീമിയ, ജോയിന്റ് പെയിന്, വീക്കം, സ്വെല്ലിങ്. പിന്നെ കൊളാജൻ ബ്രേക്ക് ഡൗൺ ഇൻ ജോയിന്റ്സ്, ഈ കൊളാജന്റെ കുറവ് മൂലം, അതായത് ഈ പ്രോട്ടീന്റെ കുറവ് മൂലം നമുക്ക് ജോയിന്റ്സുകളിലൊക്കെ വേദനകൾ അനുഭവപ്പെടും, സന്ധികളിലൊക്കെ കൊളാജന്റെ തകരാറുകൾ വരും. പിന്നെ ക്രോക്ക് സ്ക്രൂ ഹെയർ, അതായത് മുടി പൊട്ടുന്നത്, ചുരുളുക, മുടി ചുരുണ്ട് പോവുക, ഇതൊക്കെ വൈറ്റമിൻ സി ഒരുപാട് കുറഞ്ഞു പോയുള്ള ലക്ഷണങ്ങളാണ്. പിന്നെ ഓപ്പൺ ഓൾഡ് വോൺസ്, നേരത്തെ മുറി വന്നത് നമുക്ക് അടഞ്ഞു പോയിണ്ടാവും, മുറിയൊക്കെ കൂടി അടഞ്ഞു പോയിണ്ടാവും, ആ മുറികൾ വീണ്ടും തുറക്കപ്പെടും. ഈ വൈറ്റമിൻ സിന്റെ നല്ല അപര്യാപ്തത മൂലം അത് മുറികളൊക്കെ വീണ്ടും തുറക്കപ്പെടാൻ ഉണങ്ങാത്തൊരവസ്ഥ, അത് ജാസ്തിയാവും. മുറികൾ അടഞ്ഞുപോയ മുറികൾ വീണ്ടും തുറക്കപ്പെടും. പിന്നെ ശിശുക്കളിൽ, ഇൻഫാൻസിൽ, അവരിൽ മോശപ്പെട്ട വളർച്ച, ചലിക്കുമ്പോഴൊക്കെ വേദന, പ്രകോപനം, ദേഷ്യം വരിക, അങ്ങനെയൊക്കെ ഇത് ഏറ്റവും കൂടുതൽ വൈറ്റമിൻ സിന്റെ അപര്യാപ്തത മൂലം ഉണ്ടാവും. പിന്നെ കോസസ് ആൻഡ് റിസ്ക് ഫാക്ടേഴ്സ് ആണ് എടുത്ത് പറയുന്നത്. ഡയറ്ററി, ഭക്ഷണക്രമം അതിന് പ്രധാനമാണ്. അതിൻ്റെ ഒരു നല്ല ഫുഡ്, അതായത് നോട്ട് ഈറ്റിംഗ് ഇൻ എ ഫ്രഷ് ഫ്രൂട്ട് ആൻഡ് വെജിറ്റബിൾസ്, നമ്മൾ ഫ്രൂട്ട്സും ഫ്രഷായുള്ള ഫ്രൂട്ടും വെജിറ്റബിൾസും കഴിക്കുന്നത് ഒരുപാട് കാലം, ഒരു 3 മാസത്തോളം നമ്മൾ വൈറ്റമിൻ സി അടങ്ങാത്ത ഫുഡുകൾ കഴിച്ചു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് വൈറ്റമിൻ സി ഡെഫിഷ്യൻസി ഉണ്ടാവാം. ഈ സ്കർവി പോലുള്ളതിലൊക്കെ കാലക്രമേണ മാറി വരാം. പിന്നെ സ്മോക്കിങ്, പുക വലിക്കുന്നത് മൂലം വൈറ്റമിൻ സി നമുക്ക് അപര്യാപ്തത ഉണ്ടാവാം. പിന്നെ സർട്ടൺ കണ്ടീഷൻസ്, മാൽ അബ്സോർപ്ഷൻ ഇഷ്യൂസ്, റെസ്ട്രിക്റ്റീവ് ഡയറ്റ്സ്, ആൽക്കഹോളിസം, സം ക്രോണിക് ഡിസീസസ്, ഇതൊക്കെ കാരണം മദ്യപാനം, വിട്ടുമാറാത്ത ചില രോഗങ്ങൾ, അങ്ങനെയൊക്കെ ഉള്ളവരിൽ വൈറ്റമിൻ സി ഒരുപാട് ആവശ്യമായിട്ട് വരും. പിന്നെ ക്യാൻസർ പോലെ, അതേപോലെ എന്താ പറയാ,
ക്യാൻസറിന്റെ ട്രീറ്റ്മെന്റുകൾ ഉണ്ടാവുമല്ലോ, അങ്ങനെയുള്ളവരിലൊക്കെ വൈറ്റമിൻ സിന്റെ ഡെഫിഷ്യൻസി, വൈറ്റമിൻ സിന്റെ കുറവ് നന്നായിട്ട് കാണപ്പെടും. അങ്ങനെയുള്ള രോഗങ്ങളാണ് ചില വിട്ടുമാറാത്ത രോഗങ്ങൾ എന്ന് പറയുന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ട്രീറ്റ്മെന്റും പ്രിവെന്റേഷൻസും: ഡയറ്റ്, ഇൻക്രീസ് ഇൻടേക്ക് വൈറ്റമിൻ സി റിച്ച് ഫുഡ് ലൈക്ക് സിട്രസ് ഫ്രൂട്ട്സ്. അതായത് ഡയറ്റിൽ, ഭക്ഷണക്രമത്തിലാണ് നമുക്ക് ഏറ്റവും കൂടുതൽ വൈറ്റമിൻ സി ഏറ്റവും കൂടുതൽ നമുക്ക് ലഭിക്കുക. അപ്പൊ അതിന് നമ്മൾ ഡയറ്റ് കറക്റ്റായിട്ട് തന്നെ ഫോളോ ചെയ്യണം. അതിലിപ്പോൾ ഓറഞ്ച്, സ്പൈനാച്ച്, സ്ട്രോബെറി, പിന്നെ ബ്രൊക്കോളി, കോളിഫ്ലവർ, ടൊമാറ്റോ, ലെമൺ, ബ്ലാക്ക്ബെറി, ഗുവ, കിവി, ഇങ്ങനെയുള്ള ഫ്രൂട്ട്സുകളിലൊക്കെ നമുക്ക് വൈറ്റമിൻ സി ഒരുപാട് ലഭിക്കും. അതിൽ ഫ്രൂട്ട്സിൽ തന്നെ ഗുവയിൽ, പേരക്കയിൽ നല്ല വൈറ്റമിൻ സി ഉണ്ട് എന്നാണ് പറയപ്പെടുന്നത്. പിന്നെ ഇതിൽ സപ്ലിമെന്റ്സ് ഉണ്ട്. സപ്ലിമെന്റ്സ് പറയുമ്പോൾ ഓറൽ വൈറ്റമിൻ സി ആയിട്ട് എടുക്കണം, ഓറലായിട്ട് എടുക്കുന്നത് നല്ലത്. കാരണം ടാബ്ലറ്റ് നമുക്ക് സപ്ലിമെന്റ്സ് എടുക്കാം, ടാബ്ലറ്റ് ഒരു പരിധിയിൽ കൂടുതലാവുമ്പോൾ അത് കിഡ്നി സ്റ്റോണിനെ വരെ ബാധിക്കാം, കിഡ്നി സ്റ്റോൺ ആയിട്ട് വരാം. അപ്പൊ ഓറൽ സപ്ലിമെന്ററി ആയിട്ട് ഓറൽ എടുക്കുന്നതായിരിക്കും നല്ലത് ഏറ്റവും കൂടുതൽ. അതിനെക്കാട്ടി നല്ലത് ഫുഡിൽ നമ്മൾ വൈറ്റമിൻ സി ഉൾപ്പെടുത്തുകയായിരിക്കും ഏറ്റവും കൂടുതൽ നല്ലത്. പിന്നെ മെഡിക്കൽ സിവിയർ സ്കർവി റിക്വയർമെന്റ് പ്രൊമോട്ട് ട്രീറ്റ്മെന്റ് ടു പ്രിവെന്റ് സീരിയസ് കോംപ്ലിക്കേഷൻസ്. സ്കർവിക്ക് എന്തായാലും ട്രീറ്റ്മെന്റ്, മെഡിക്കൽ കെയർ അത്യാവശ്യമാണ്. ഈ സ്കർവി എന്നുള്ളത് നമ്മൾ സാധാരണ നല്ല ഇതിന്റെ കൂടുതലായ ഒരുപക്ഷെ മരണം വരെ സംഭവിക്കാമെന്ന് പറയാറുണ്ട്. അതായത് സ്കർവിയുടെ അവസാന ഘട്ടത്തിലെ എഡീമിയ, കഠിനമായ മഞ്ഞപ്പിത്തം, ഹീമോലിസിസ്, അക്യൂട്ട് സ്വയമേയുള്ള രക്തസ്രാവം, ന്യൂറോപ്പനി, ഹൃദയാഘാതം, ന്യൂറോപ്പതി പനിയുണ്ടോ, ഹൃദയാഘാതം, അങ്ങനെ മരണം വരെ സംഭവിക്കുക ഈ സ്കർവി കൂടുതലായ. പക്ഷെ ചികിത്സിച്ച മാറാവുന്ന സൂക്കറാണ് ഈ വൈറ്റമിൻ സി. പിന്നെ വൈറ്റമിൻ സി ഫുഡില് 1 to 12 ഇയേഴ്സ്, അതായത് 1 മുതൽ 12 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് 50 മില്ലിഗ്രാം വൈറ്റമിൻ സി മതി. അപ്പോൾ ഈ ഫുഡിൽ തന്നെ നമുക്കത് കിട്ടുമല്ലോ. അതേപോലെ 12 വയസ്സിന് മുകളിലുള്ളവർക്ക് 75 to 90 മില്ലിഗ്രാം വരെ വൈറ്റമിൻ സി നമുക്ക് വേണം, ശരീരത്തിൽ വേണമെന്നാണ് പറയുന്നത്. പ്രഗ്നൻസോ അല്ലെങ്കിൽ ബ്രസ്റ്റ് ഫീഡിങ്ങോ ആയിട്ടുള്ള അമ്മമാർക്ക് 100 അല്ലെങ്കിൽ 120 മില്ലിഗ്രാം വരെ നമുക്ക് വൈറ്റമിൻ സി അത്യാവശ്യമാണെന്ന് പറയുന്നത്. ഇതൊക്കെയാണ് വൈറ്റമിൻ സിനെ കുറിച്ചിട്ട് പറയുന്നത്. താങ്ക് യു മാം. നമുക്ക് ക്ലാസ് കുറച്ച് കണ്ടിന്യൂ ചെയ്താലോ? ഒരു 1 o'clock വരെ കുഴപ്പമുണ്ടോ? ഓക്കെ അല്ലേ? കാരണം സെമിനാർ അല്ലെങ്കിൽ തീരില്ല, അതുകൊണ്ടാണ് കേട്ടോ. ദിവ്യ പ്രസന്റ് ചെയ്തോളാം. ഗുഡ് ആഫ്റ്റർനൂൺ ഓൾ. ഞാൻ എടുക്കാൻ പോണത് കാൽഷ്യം ഡെഫിഷ്യൻസി ഡിസീസിനെ കുറിച്ചാണ്. ഇപ്പൊ കാൽഷ്യം എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, നമുക്ക് ശരീരത്തിന് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു എലമെന്റ് ആണ്. ഇതെന്ന് പറഞ്ഞാൽ കുറേ മിനറൽസ് ചേർന്നിട്ടുള്ള ഒരു എലമെന്റ് ആണ്. ഇതെന്തിനൊക്കെയാണ് വേണ്ടതെന്ന് വെച്ചാൽ നമ്മളുടെ ബോഡിയിൽ നമ്മുടെ ബോണിൻ്റെയും ടീത്തിൻ്റെ ഒക്കെ സ്ട്രെങ്ത്തിന് ഒക്കെ കാൽഷ്യം വേണം. ബോണിൻ്റെയും ടീത്തിൻ്റെയും മാത്രമല്ല, അതുപോലെ തന്നെ നമ്മുടെ നെർവ് നല്ല രീതിയിൽ ഫങ്ഷൻ ചെയ്യാനായിട്ട്, മസിൽസ് കൺട്രാക്ട് ചെയ്യാനായിട്ട്, അതുപോലെ ബ്ലഡ് ക്ലോട്ട് ചെയ്യാനായിട്ട്, ഇതിനെല്ലാ കാര്യത്തിനും കാൽഷ്യം വേണം. കാൽഷ്യം ഇല്ലെങ്കിൽ നമുക്ക് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ബോഡിയിലത്തെ ഒട്ടുമിക്ക ഫങ്ഷൻസും നല്ല രീതിയിൽ കാൽഷ്യം ഇല്ലെങ്കിൽ നടക്കില്ല. കാൽഷ്യം നമ്മുടെ ബോഡിക്ക് ഒറ്റയ്ക്ക് പ്രൊഡ്യൂസ് ചെയ്യാനായിട്ട് സാധിക്കില്ല. നമ്മൾ കഴിക്കണ ഫുഡുകളിലൂടെയാണ് കാൽഷ്യം നമ്മുടെ ശരീരത്തിന് കിട്ടുന്നത്. നമുക്ക് കിട്ടണ കാൽഷ്യത്തിൽ ഒരു 99% കാൽഷ്യവും സ്റ്റോർ ചെയ്ത് വെക്കുന്നത് ബോൺസിലും ടീത്തിലൊക്കെയാണ്. പിന്നെ അതിൽ ബാക്കി വരുന്ന 1% ബ്ലഡിലും ഇൻട്രാസെല്ലുലാർ ഫ്ലൂയിഡ്സിലൊക്കെയാണ് സ്റ്റോർ ചെയ്ത് വെക്കുന്നത്. ഈ ബോൺസിലും ടീത്തിലും എന്താണ് കൂടുതലായിട്ട് സ്റ്റോർ ചെയ്ത് വെക്കണേന്ന് വെച്ചാൽ അവരുടെ ഒരു സ്ട്രെങ്ത്തിന് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് വേണ്ടത് കാൽഷ്യമാണ്. അതുകൊണ്ടാണ് കൂടുതൽ എമൗണ്ട് കാൽഷ്യം ഈ 2 പാർട്ടിലും സ്റ്റോർ ചെയ്ത് വെക്കുന്നത്. അതുപോലെ തന്നെ നമ്മുടെ ബോഡിയിലത്തെ നെർവുകൾ നന്നായിട്ട് പ്രവർത്തിക്കണം, സിഗ്നൽസ് ഒക്കെ സെൻഡ് ചെയ്യണം, അതിന് കാൽഷ്യം വേണം. ബ്ലഡ് വെസൽസിലൂടെ ബ്ലഡ് നല്ല രീതിയിൽ ട്രാൻസ്പോർട്ട് ചെയ്യണം, അതുപോലെ തന്നെ ഹോർമോൺസ് റിലീസ് ചെയ്യണം. ഇതിനെല്ലാത്തിനും കാൽഷ്യം നമ്മുടെ ബോഡിയിൽ ആവശ്യം ആണ്. ഇപ്പൊ നമ്മൾ നോർമൽ ആയിട്ടുള്ള കാൽഷ്യത്തിന്റെ റേറ്റ് എന്ന് പറയുന്നത് 8.5 mg മില്ലിഗ്രാം ഡെസിലിറ്റർ തുടങ്ങി 10.5 മില്ലിഗ്രാം ഡെസിലിറ്റർ ആണ്. അത് ഓരോ
ഏജ് കാറ്റഗറിക്കും വ്യത്യാസം വരും. ഇപ്പൊ ഇൻഫൻസിനാണ് കൂടുതലും വേണ്ടത്. അവരുടെ ഒരു 8.7 to 11 ഉണ്ട്. അപ്പൊ നമ്മുടെ നോർമൽ റേറ്റിനേലും കൂടുതലാണ് 11 ആണ് വരുന്നത് മാക്സിമം വാല്യൂ. എന്താന്ന് വെച്ചാൽ കുഞ്ഞുങ്ങൾക്ക് അവരുടെ ശരീരത്തിലെ ബോണിന്റെ ഡെവലപ്മെന്റ് എന്ന് പറഞ്ഞാൽ പെട്ടെന്നുള്ളതായിരിക്കുള്ളൂ. ആ ഒരു കാലഘട്ടത്തിൽ അവരുടെ ബോണൊക്കെ ഒന്ന് സ്ട്രെങ്തൻ ആകാനായിട്ട് കൂടുതലും കാൽഷ്യം വേണം. അതുപോലെ തന്നെ അവര് പാല് കുടിക്കുന്നതായിരിക്കുള്ളൂ. അങ്ങനെയാണ് അവരുടെ ശരീരത്തിൽ കാൽഷ്യത്തിന്റെ ഒരു അളവ് കൂടുതലായിരിക്കും ആ ടൈമില്. പിന്നെ ചിൽഡ്രൻസിൽ പറയുകയാണെങ്കിൽ അവർക്ക് എന്ന് പറഞ്ഞാൽ 8.8 തുടങ്ങി 10.6, അതായത് ഈ ബോൺസ് ഒക്കെ നല്ല സ്ട്രോങ് ആയിട്ട് ബിൽഡ് ചെയ്യണ പീക്ക് ടൈമാണ് ഈ ഒരു ഏജ് ടൈം എന്ന് പറയുന്നത്. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അഡൽട്സിനെ നോക്കുകയാണെങ്കിൽ 8.6 to 10 ആണ്. അവരെന്ന് പറഞ്ഞാൽ ഈ ഉണ്ടായിട്ടുള്ള ബോൺസ് ഒക്കെ സ്റ്റേബിൾ ആയിട്ട് നിൽക്കണം. പിന്നെ അതിന് ശേഷം ഓൾഡ് ഏജിലാണ് അവർക്ക് 8.8 തുടങ്ങി 10.2 വരെയാണ്. അവർ വയസ്സായി കഴിയുമ്പോൾ എന്താണെന്ന് വെച്ചാൽ നമ്മുടെ കാൽഷ്യം അബ്സോർബ് ചെയ്യണതിനുള്ള ഒരു കപ്പാസിറ്റി നമ്മുടെ ബോഡിയിലത്തെ കുറഞ്ഞു വരും. പിന്നെ ഏജ് റിലേറ്റഡ് ആയിട്ട് കുറെ ഹെൽത്ത് ഇഷ്യൂസ് ഒക്കെ ഉണ്ടാവും. പിന്നെ കുറെ കാര്യങ്ങളുണ്ട് നമ്മുടെ കാൽഷ്യം നമ്മുടെ ശരീരത്തിൽ കുറയണേന്. അപ്പൊ നമ്മുടെ കാൽഷ്യം ശരീരത്തിൽ കുറയണേന് പറയണത് ഹൈപ്പോ കാൽസ്യമീയ എന്നാണ്. ഹൈപ്പോ എന്ന് പറഞ്ഞാല് ലോവർ, കാൽസ്യം എന്ന് പറഞ്ഞാൽ കാൽസ്യം, ഇമിയ എന്ന് പറഞ്ഞാൽ ബ്ലഡ്, അതായത് നമ്മുടെ ബ്ലഡിലത്തെ കാൽഷ്യത്തിന്റെ അളവ് കുറയണതിനാണ് ഹൈപ്പോ കാൽസ്യമീയ എന്ന് പറയുന്നത്. നമ്മുടെ ശരീരത്തിൽ കാൽസ്യത്തിന്റെ എമൗണ്ട് കുറയണതിന് കുറെ കാരണങ്ങളുണ്ട്. ഫസ്റ്റത്തെ കാര്യം തന്നെ പറയുകയാണെങ്കിൽ നമ്മൾ കാൽഷ്യം റിച്ച് ആയിട്ടുള്ള ഫുഡുകൾ അധികം കഴിക്കത്തില്ല. അങ്ങനെ നമ്മുടെ ശരീരത്തിൽ കാൽഷ്യത്തിന്റെ അളവ് കുറയും. പിന്നെ എന്ന് വെച്ചാല് കാൽഷ്യം നമ്മുടെ ബോഡി അബ്സോർബ് ചെയ്യണമെങ്കിൽ വൈറ്റമിൻ ഡി വേണം. അപ്പൊ വൈറ്റമിൻ ഡി ഒരാൾക്ക് കുറവാണെങ്കിൽ അയാൾക്ക് എന്താണ് കാൽഷ്യം ഡെഫിഷ്യൻസി ഉണ്ടാകും. പിന്നെ അതുപോലെ തന്നെ നമുക്ക് ഡൈജസ്റ്റീവ് ആയിട്ടുള്ള പ്രോബ്ലംസ് ഉണ്ടെങ്കിൽ അവർക്ക് നല്ല രീതിയിൽ കാൽസ്യം അബ്സോർബ് ചെയ്തെടുക്കാനായിട്ട് പറ്റത്തില്ല. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ബോഡിയിൽ വന്ന ഹോർമോണൽ ചേഞ്ചസ്, ഇപ്പൊ വുമണിന്റെ ആണെങ്കിൽ അവർക്ക് പ്രഗ്നൻസി ആയിട്ടുള്ള ഹോർമോണൽ ചേഞ്ചസ് ഉണ്ടാവും. പിന്നെ മെനോപോസ് ഉണ്ടാവും. മെനോപോസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ പീരിയഡ് നിൽക്കുന്ന ആ ഒരു ടൈം, ആ ഒരു സമയം അതിൻ്റെതായിട്ടുള്ള ഹോർമോണൽ ഇഷ്യൂസ് ഉണ്ടാവും. പിന്നെ മറ്റുള്ളവരെ നോക്കുകയാണെങ്കിൽ അവർക്ക് ഓൾഡ് ഏജ് റിലേറ്റഡ് ആയിട്ടുള്ള ഹോർമോണൽ ഇഷ്യൂസ് ഉണ്ടാവും. പിന്നെ അതുപോലെ തന്നെ നമ്മൾ വളരെ അധികമായിട്ട് കഫീനായിട്ടും സോഫ്റ്റ് ഡ്രിങ്ക്സ് ഒക്കെ കൂടുതലായിട്ട് യൂസ് ചെയ്യണവർക്ക് കാൽസ്യം ഡെഫിഷ്യൻസി ഉണ്ടാവും. പിന്നെ നമ്മുടെ ശരീരത്തിലെ പാരാതൈറോയ്ഡ് ഗ്ലാൻഡ്സ് എന്തെങ്കിലും പ്രോബ്ലംസ് ഉണ്ടെങ്കിൽ, അതായത് ഈ പാരാതൈറോയ്ഡ് ഗ്ലാൻഡ്സ് ആണ് നമ്മുടെ കാൽഷ്യത്തിനെ ബോഡിയിലേക്ക് റെഗുലേറ്റ് ചെയ്യുന്നത്. അപ്പൊ അതിനെന്തെങ്കിലും ഇഷ്യൂ ഉള്ളവർക്ക് ഈ കാൽസ്യം ഡെഫിഷ്യൻസി വരും. പിന്നെ കിഡ്നി റിലേറ്റഡ് ആയിട്ടുള്ള അസുഖങ്ങളുള്ളവർക്ക് കാൽസ്യം ഡെഫിഷ്യൻസി ഉണ്ടാകും. പിന്നെ ചില മരുന്നുകളൊക്കെ യൂസ് ചെയ്യണത് കൂടുതലായിട്ട് മൂത്രം പോണ മരുന്നുകൾ യൂസ് ചെയ്യണവര്, സ്റ്റെറോയിഡ്സ് യൂസ് ചെയ്യണവര്, ഇവർക്കൊക്കെ കാൽഷ്യം ഡെഫിഷ്യൻസി ഉണ്ടാകും. പിന്നെ അതുപോലെ തന്നെ പാൻക്രിയാസ് റിലേറ്റഡ് ആയിട്ടുള്ള രോഗങ്ങളുള്ളവർക്കൊക്കെ കാൽഷ്യം ഡെഫിഷ്യൻസി ഉണ്ടാകും. പിന്നെ അതുപോലെ തന്നെ നമ്മൾ കാൽഷ്യം റിച്ച് ഫുഡാണ് മിൽക്ക്. മിൽക്ക് ഈ ഡയറി പ്രൊഡക്ട്സ് കഴിക്കാൻ പറ്റാത്ത ആൾക്കാരുണ്ട്. അവരെ പറയുന്നതിന് ലാക്ടോസ് ഇൻടോളറൻസ് എന്ന് പറഞ്ഞ ഒരു പ്രോബ്ലം ഉള്ളവര്, അവർക്ക് എന്ന് പറഞ്ഞാൽ ഈ ഡയറി ഫുഡ് ഐറ്റംസ് ഒന്നും കഴിക്കാൻ പറ്റത്തില്ല. അങ്ങനത്തെ ഐറ്റംസ് ഒക്കെ കഴിച്ചു കഴിയുമ്പോൾ അവർക്ക് ഛർദി, ശരീരത്തിന് എന്തെങ്കിലുമൊക്കെ ഇറിറ്റേഷൻ, അലർജി അങ്ങനത്തെയൊക്കെ ഉണ്ടാവും. അങ്ങനെയുള്ളവർക്കും ഈ കാൽഷ്യത്തിന്റെ ഡെഫിഷ്യൻസി ഉണ്ടാകും. അപ്പൊ ഇതിന് കുറെ സിംറ്റംസ് കാണിക്കും. പക്ഷെ നമ്മൾ ഫസ്റ്റ് ടൈം ഈ സിംറ്റംസ് ഒക്കെ കാണുമ്പോൾ നമ്മൾ വിചാരിക്കും വേറെ വല്ല അസുഖങ്ങളാണെന്നൊക്കെ കരുതും. അങ്ങനത്തെ കുറെ തെറ്റിദ്ധാരണകൾ വരും കാൽഷ്യം ഡെഫിഷ്യൻസി വരുമ്പോൾ. ഫസ്റ്റ് തന്നെ വരുന്നതെന്ന് വെച്ചാൽ നമ്മുടെ ബോൺസ് ഭയങ്കര വീക്കാവും, പൊട്ടിപ്പൊളിയാനൊക്കെ തുടങ്ങും. പിന്നെ വളരെയധികം ഈ എല്ലുകളിലൊക്കെ വേദന ഉണ്ടാവും, ജോയിന്റ്സിലൊക്കെ വേദനകൾ ഉണ്ടാവും. പിന്നെ മസിൽ ക്രാംസ് ഉണ്ടാവും. പിന്നെ അതുപോലെ തന്നെ പല്ലുകൾക്ക് ഡീക്കേ വരും. പിന്നെ ഇനാമലൊക്കെ വീക്കാകാൻ തുടങ്ങും. പിന്നെ കുഞ്ഞുങ്ങളിൽ നോക്കുകയാണെങ്കിൽ അവരുടെ ഗ്രോത്ത് വളരെ ഡിലേ ആയിട്ടായിരിക്കും. പിന്നെ അതുപോലെ തന്നെ നമുക്ക് ക്ഷീണം, വീക്ക്നെസ് ഒക്കെ ഉണ്ടാവും. പിന്നെ ഈ ഫിംഗേഴ്സിലൊക്കെ ഒരു തരം ടിംഗ്ലിംഗ് എഫക്റ്റ്, ഇങ്ങനെ മരവിപ്പ്, പെരുപെരുപ്പൊക്കെ പോലെയൊക്കെ ഫീൽ ചെയ്യും. അതുപോലെ തന്നെ നമ്മുടെ വായ്ക്കും ചുണ്ടിനൊക്കെ ചുറ്റായിട്ടും ഇതേപോലെ ഒരു മരവിപ്പൊക്കെ തോന്നും. നമ്മുടെ ഒരു പോസ്ചറൊക്കെ മാറാൻ തുടങ്ങും, ബാക്ക് പെയിൻ ഉണ്ടാകും. പിന്നെ നെയിൽസ് ഒക്കെ ഡ്രൈ ആയിട്ട് വീക്കായിട്ട് പൊട്ടി പോകാൻ തുടങ്ങും. പിന്നെ ഇച്ചിങ്ങും ഇറിറ്റേഷനൊക്കെ ഉണ്ടാവും.
പിന്നെ ഹെയർ ഭയങ്കരമായിട്ട് ഡ്രൈ ആവും, പെട്ടെന്ന് തന്നെ ബ്രേക്ക് ആയി നശിക്കാനായിട്ട് തുടങ്ങും. പിന്നെ മെമ്മറി ലോസ് ഉണ്ടാവും, ബ്രെയിൻ ഫ്രോഗ് ഉണ്ടാവും. പിന്നെ ക്രോണിക് ആയിട്ടുള്ള കേസസിൽ ഡിപ്രഷൻ, ഹാലുസിനേഷനൊക്കെയാണ് ഈ കാൽഷ്യത്തിന്റെ സിംറ്റംസ് എന്ന് പറയുന്നത്. പിന്നെ കാൽഷ്യം ഡെഫിഷ്യന്റ് ആയി കഴിയുമ്പോൾ നമ്മുടെ ശരീരത്തിന് കുറെ രോഗങ്ങൾ വരും. ഫസ്റ്റ് തന്നെ പറയുന്നതാണ് ഓസ്റ്റിയോപൊറോസിസ്. ഓസ്റ്റിയോപൊറോസിസ് എന്ന് പറഞ്ഞാൽ ഈ സിംറ്റംസ് ഈ പറയുന്നത് തന്നെ നമ്മുടെ ബോൺസ് വീക്ക് ആവും, ബ്രിറ്റിൽ ആവും. കൂടുതലും ഇത് കാണുന്നത് എൽഡർ ആയിട്ടുള്ള ആൾക്കാരിലായിരിക്കുള്ളൂ, എക്സ്പെഷ്യലി വുമൺസിലായിരിക്കുള്ളൂ ഇത് ഉണ്ടാവുന്നത്. പിന്നെ ഉണ്ടാവുന്നത് കുഞ്ഞുങ്ങളിൽ റിക്കറ്റ്സ് എന്ന് പറഞ്ഞ അസുഖം ഉണ്ടാവും. അതെന്ന് പറഞ്ഞാൽ കുഞ്ഞുങ്ങളുടെ എല്ലുകൾ വളരെ സോഫ്റ്റ് ആയിട്ട് വീക്ക് ആവും, എന്നിട്ട് അവരെ കാലൊക്കെ ഇങ്ങനെ വളഞ്ഞൊക്കെ പോകും. പിന്നെ ഉണ്ടാവണത് അഡൽട്സിൽ ഓസ്റ്റിയോമലേഷ്യ എന്ന് പറഞ്ഞത് അതുപോലെ ഈ റിക്കറ്റ്സ് പോലെ തന്നെയാണ്, ബോൺസ് സോഫ്റ്റ് ആയിട്ട് ബോൺ പെയിനും വീക്ക്നെസ് ഒക്കെ വരും. പിന്നെ പല്ലുകൾക്ക് ഡെന്റൽ പ്രോബ്ലംസ് ഉണ്ടാകും. പിന്നെ പുവർ ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെന്റ് ചിൽഡ്രനിലും ഇൻഫൻസിലൊക്കെ ഉണ്ടാവണത്. പിന്നെ മസിൽ ഡിസോർഡേഴ്സ് ഉണ്ടാവും. പിന്നെ ബോൺ ഫ്രാക്ചേഴ്സ് ഉണ്ടാവും. കാൽഷ്യം കുറയുമ്പോൾ എല്ലുകളുടെ ഒരു ബലമൊക്കെ കുറയുമല്ലോ, അപ്പൊ ചെറുതായിട്ട് നമ്മൾ വീണാൽ തന്നെ എല്ലുകളൊക്കെ വേഗം പൊട്ടിപ്പോണ ഒരവസ്ഥ വരും. പിന്നെ വരുന്നത് പാരാത്തീഷ്യ എന്ന് പറഞ്ഞതാണ്, അതായത് അബ്നോർമൽ സ്കിൻ സെൻസേഷൻ ആയിട്ടുള്ള ഒരു അസുഖമാണ്. പിന്നെ ഓസ്റ്റിയോപോണിയ എന്ന് പറഞ്ഞത് അത് ബോൺ സ്പോയിലിംഗ് ആയിട്ട് പെയിനും വീക്കൊക്കെ വരുന്നത്. പിന്നെ ടെറ്റനി ഉണ്ടാവും, കേസസിലാണ് ഉണ്ടാവുന്നത്. ഇൻവോളണ്ടറി മസിൽ കൺട്രാക്ഷൻ ആണ് പറയുന്നത്. പിന്നെ സ്കിന്നില് പ്രോബ്ലം ഉണ്ടാവും, എക്സിമ, പൊറോസിസ്, സോറിയാസിസ് ഇതൊക്കെ ഉണ്ടാവും. അതൊക്കെയാണ് കാൽഷ്യം ഡെഫിഷ്യന്റ് ആയി കഴിഞ്ഞാൽ വരുന്ന രോഗങ്ങള്. അപ്പൊ നമുക്ക് അതിന് പ്രിവെൻഷൻ ആൻഡ് മാനേജ്മെന്റ് പറയുകയാണെങ്കിൽ നമ്മൾ കൂടുതലായിട്ടും ഈ ഡയറി പ്രൊഡക്ട്സ് കഴിക്കണം. പിന്നെ ലീഫി ഗ്രീൻസ്, അതായത് ബ്രോക്കലി, സ്പിനാച്ച്, ഡ്രം സ്റ്റിക്ക് ലീവ്സ് ഇതൊക്കെ നന്നായിട്ട് കഴിക്കണം. പിന്നെ ഈ പാല് അങ്ങനത്തെ സാധനങ്ങൾ കഴിക്കാൻ പറ്റാത്തവരുണ്ടല്ലോ, അവർക്ക് വേണ്ടിയിട്ട് ഫോർട്ടിഫൈഡ് പ്ലാന്റ് മിൽക്ക് എന്ന് പറഞ്ഞൊരു സാധനമുണ്ട്. അതായത് ഈ സോയ, ആൽമണ്ട്, ഓട്ട് മിൽക്ക് ഇതൊക്കെ വെച്ച് മിനറൽസും വൈറ്റമിൻസ് ഒക്കെ ആഡ് ചെയ്ത് ഉണ്ടാക്കണ ഒരു മിൽക്കാണ്, പ്ലാന്റ് ബേസ്ഡ് ആയിട്ട്. അത് കഴിക്കുക. പിന്നെ സാഡിൻസ് നന്നായിട്ട് കഴിക്കുക, സീസൈൻ സീഡ്സ് കഴിക്കുക. അതൊക്കെ നന്നായിട്ട് കാൽഷ്യം അടങ്ങിയിട്ടുള്ളതാണ്. പിന്നെ റാഗി നല്ല രീതിയിൽ കഴിക്കുക. റാഗി എന്ന് പറഞ്ഞാൽ റൈസിനേലും വീറ്റിനേലും ഒക്കെ കൂടുതലായിട്ട് കാൽഷ്യം കണ്ടന്റ് കൂടുതലുണ്ട്. പിന്നെ ഡെയിലി ഒരു 10 മണിക്ക് മുമ്പും 4 മണിക്ക് ശേഷം ഒരു 10-15 മിനിറ്റ് ഒക്കെ ഡെയിലി അല്ല, ഒരാഴ്ചയിൽ ഒരു ദിവസമൊക്കെ മതി, 10-15 മിനിറ്റ് ഒക്കെ സൺലൈറ്റ് കൊള്ളണത് വൈറ്റമിൻ ഡിക്ക് നല്ലതാണ്. അപ്പൊ വൈറ്റമിൻ ഡി ഉണ്ടെങ്കിൽ കാൽഷ്യം നമ്മുടെ ബോഡി അബ്സോർവ് ചെയ്തെടുക്കുള്ളൂ. പിന്നെ അതുപോലെ തന്നെ കാൽഷ്യം വേസ്റ്റേഴ്സ് ആയിട്ടുള്ള ധാരാളം ഈ സോൾട്ട് ഒക്കെ യൂസ് ചെയ്യുന്നത് അത് കുറയ്ക്കുക. പിന്നെ കഫീൻ ഫുഡ്സ് ഒക്കെ യൂസ് ചെയ്യുന്നത് കുറയ്ക്കുക. പിന്നെ എക്സസൈസ് ഒക്കെ നല്ല രീതിയിൽ ചെയ്യുക. പിന്നെ ബോഡി എപ്പോഴും ഹൈഡ്രേറ്റഡ് ആയിട്ട് വെക്കുക. പിന്നെ ചിലവർക്ക് സപ്ലിമെന്റ്സ് കഴിക്കേണ്ടി വരും. സപ്ലിമെന്റ്സ് കഴിക്കണമെങ്കിൽ ഡോക്ടർ പറഞ്ഞാൽ മാത്രമേ സപ്ലിമെന്റ്സ് കഴിക്കാനായിട്ട് പറ്റത്തുള്ളൂ. നമ്മുടെ ഇഷ്ടത്തിനൊന്നും ഇപ്പൊ കാൽഷ്യം കുറഞ്ഞെന്ന് പറഞ്ഞ് നമ്മുടെ ഇഷ്ടത്തിനൊന്നും കഴിക്കരുത്. ഡോക്ടറെ കണ്ട് ഡോക്ടറെ പ്രിസ്ക്രൈബ് ചെയ്താൽ മാത്രമേ കഴിക്കാൻ പാടത്തുള്ളൂ. ഇപ്പൊ നമ്മൾ ഡെയിലി നമ്മുടെ ഫുഡില് ഡയറ്റില് കാൽഷ്യം ഉൾപ്പെടുത്തണം. ഇൻഫൻസിന് ആണെങ്കിൽ ഒരു 260 മില്ലിഗ്രാം ഒക്കെ യൂസ് ചെയ്യാം. ചിൽഡ്രൻ ആണെങ്കിൽ 700 മുതൽ 1000 വരെ. ചിൽഡ്രനെ കൂടുതൽ അവർ ആക്ടിവിറ്റീസ് ഒക്കെ ചെയ്യണോണ്ട് അവർക്ക് കൂടുതൽ ആവശ്യമാണ്. പിന്നെ ടീനേജ്സിനാണെങ്കിൽ ഒരു 1300 മില്ലിഗ്രാം ഒക്കെ, അഡൽട്സിന് 1000. പിന്നെ വുമണ്ണും മെന്നൊക്കെ ആണെങ്കിൽ ഒരു 50-70 വയസ്സൊക്കെ മുകളിലുള്ളവർക്ക് 1200 മില്ലിഗ്രാം ഒക്കെ അവരുടെ ഡയറ്റിൽ ഉൾപ്പെടുത്താനായിട്ട് പറ്റും. അപ്പൊ നമുക്ക് ഇതെങ്ങനെയാണ് കണ്ടുപിടിക്കണേന്ന് വെച്ചാൽ, നമുക്കിപ്പോ ഇതിൽ ഏതെങ്കിലും ഒരു സിംറ്റം നമുക്കിപ്പോ ജസ്റ്റ് കാണുകയാണ്, നമ്മൾ വേറൊരു അസുഖമെന്നൊക്കെ നമ്മൾ കരുതാണ്ട് നമ്മൾ ഏതെങ്കിലും സിംറ്റംസ് ഒക്കെ കണ്ട് എന്തെങ്കിലും ഡൗട്ട് വരികയാണെങ്കിൽ നമ്മൾ പോയി ബ്ലഡ് ടെസ്റ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് അറിയാൻ പറ്റും കാൽഷ്യം ഡെഫിഷ്യൻസി ഉണ്ടാന്നുള്ളത്. അപ്പൊ നമ്മൾ കാൽഷ്യം ഡെഫിഷ്യൻസി പറയണ പോലെ തന്നെ കാൽഷ്യത്തിന്റെ അളവ് നമ്മുടെ ശരീരത്തിൽ കൂടിക്കഴിഞ്ഞാലും അത് ദോഷമാണ്. കാൽഷ്യം കുറയണ പോലെ തന്നെ ഈ അളവിനേക്കാളും കാൽഷ്യം കൂടിക്കഴിഞ്ഞാൽ ഹൈപ്പർ കാൽസ്യമി എന്ന് പറഞ്ഞൊരു അവസ്ഥ വരും. അങ്ങനെ വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ബോഡിക്ക് അതും ദോഷമാണ്.
അതുപോലെ കിഡ്നി സ്റ്റോൺസ് ഉണ്ടാക്കും. ഇതുപോലെ തന്നെ എല്ലുകൾക്ക് പ്രോബ്ലമാണ്, കിഡ്നി ഫെയിലർ, അങ്ങനെ കുറെ കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പൊ ഈ കാൽഷ്യത്തിന്റെ അളവ് നമ്മുടെ ശരീരത്തിൽ കൂടാനും പാടില്ല, കുറയാനും പാടില്ല. അത് കറക്റ്റായിട്ട് നമ്മൾ മെയിൻറ്റെയിൻ ചെയ്ത് പോകണം. മെയിൻറ്റെയിൻ ചെയ്ത് പോയില്ലെങ്കിൽ ഈ പറയുന്ന പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകും. ഇത്രേ ഉള്ളൂ. താങ്ക് യു. ഓക്കെ ദിവ്യ, നന്നായിട്ട് എടുത്തു കേട്ടോ. താങ്ക് യു മാം. ഡിസ്നിയ. Okay, ma'am. Good afternoon, ma'am, and good afternoon, all my dear friends. Today, I present the topic of deficiency disease of folic acid. A small introduction of folic acid. Folic acid is a water-soluble B-complex vitamin B9. It is essential for DNA synthesis, red blood cell formation, and proper growth and proper development. ഫോളിക് ആസിഡ് ഒരു വെള്ളത്തിൽ ലയിക്കുന്ന ബി കോംപ്ലക്സ് വൈറ്റമിൻ ആണ്. ഇത് DNA നിർമ്മാണത്തിനും ചുവന്ന രക്തകണങ്ങളുടെ രൂപീകരണത്തിനും വളർച്ചയ്ക്കും അനിവാര്യമാണ്. സോഴ്സ് ഓഫ് ഫോളിക് ആസിഡ്. ഫോളിക് ആസിഡിന്റെ ഉറവിടങ്ങൾ ഏതെല്ലാമെന്ന് നോക്കാം. ഗ്രീൻ ലീഫി വെജിറ്റബിൾസ് ലൈക്ക് സ്പിനാച്ച്, കാബേജ്, പൾസസ് ആൻഡ് ലിഗമെന്റ്സ്, സിട്രസ് ഫ്രൂട്ട്സ് ലൈക്ക് ലെമൺ, ഓറഞ്ച്, ഹോൾ ഗ്രെയിൻസ്, ലിവർ ആൻഡ് എഗ്സ്. പച്ചില വർഗ്ഗങ്ങളിൽ പയർവർഗം, ധാന്യം, കരൾ, മുട്ട ഇവയിലെല്ലാം ഫോളിക് ആസിഡ് അടങ്ങിയിട്ടുണ്ട്. ഈ ഭക്ഷണങ്ങൾ നമ്മളുടെ ഡയറ്റിൽ ഉൾപ്പെടുത്തിയാൽ നമുക്ക് ഫോളിക് ആസിഡ് ലഭ്യമാകുന്നു. ഫങ്ഷൻസ് ഓഫ് ഫോളിക് ആസിഡ്. ഫോളിക് ആസിഡ് നമ്മുടെ ശരീരത്തിൽ എങ്ങനെ പ്രവർത്തിക്കുന്നു എന്ന് നോക്കാം. Helps in formation of red blood cells, supports DNA synthesis, essential during pregnancy, prevent anemia. രക്തകണങ്ങളുടെ നിർമ്മാണത്തിന് പിന്നെ DNA നിർമ്മാണത്തിനും ഫോളിക് ആസിഡ് വളരെയധികം പങ്ക് വഹിക്കുന്നുണ്ട്. പിന്നെ ഗർഭാവസ്ഥയിൽ ഫോളിക് ആസിഡിന്റെ ആവശ്യകത വളരെ കൂടുതലാണ്. ഫോളിക് ആസിഡ് അനീമിയ എന്ന അസുഖത്തെ തടയുന്നു. കോസ് ഓഫ് ഫോളിക് ആസിഡ് ഡെഫിഷ്യൻസി. ഫോളിക് ആസിഡിന് കുറവിനുള്ള കാരണങ്ങൾ എന്തെല്ലാം എന്നാൽ പുവർ ഡയറ്ററി ഇൻടേക്ക്, malabsorption disorders, alcoholism, increased requirement during pregnancy, long-term illness. ഫോളിക് ആസിഡിന് കുറവിനുള്ള കാരണങ്ങൾ പോഷകാഹാരത്തിന്റെ കുറവ്, ദഹന പ്രശ്നങ്ങൾ, അമിതമായിട്ടുള്ള മദ്യപാനം, ഗർഭകാലത്ത് ഫോളിക് ആസിഡിന്റെ ആവശ്യകത കൂടുന്നത്, ദീർഘകാലമായി നീണ്ടു നിൽക്കുന്ന രോഗങ്ങൾ, ഇവയെല്ലാം കൊണ്ട് നമ്മുടെ ശരീരത്തിൽ നിന്ന് ഫോളിക് ആസിഡിന് കുറവുകൾ ഉണ്ടാകുന്നു. ഫോളിക് ആസിഡിന്റെ കുറവ് കൊണ്ടുണ്ടാകുന്ന ഒരു ഡിസീസിനെ കുറിച്ച് നോക്കാം. ഡെഫിഷ്യൻസി ഡിസീസ്, മെഗലോബ്ലാസ്റ്റിക് അനീമിയ. Deficiency of folic acid causes megaloblastic anemia, where red blood cells are large and immature. Megaloblastic anemia എന്നാൽ ഫോളിക് ആസിഡ് കുറവുണ്ടാകുമ്പോൾ ഇതിൽ ചുവന്ന രക്തകണങ്ങൾ വലുതും അപൂർണവുമായിരിക്കും. ഇതാണ് ഈ രോഗത്തിന്റെ പ്രത്യേകത. സൈൻസ് ആൻഡ് സിംറ്റംസ് ഓഫ് മെഗലോബ്ലാസ്റ്റിക് അനീമിയ: ഫാറ്റീഗ് ആൻഡ് വീക്ക്നെസ്, പെയിൽ സ്കിൻ, ഷോർട്ട്നെസ് ഓഫ് ബ്രീത്ത്, ഗ്ലോസിപ്സ്, പുവർ ഗ്രോത്ത് ഇൻ ചിൽഡ്രൻ. ക്ഷീണം, തളർച്ച, ശ്വാസം മുട്ടൽ. ഗ്ലോസിപ്സ് എന്നാൽ നാവിനുണ്ടാകുന്ന വീക്കമാണ്. ഇത് കുട്ടികളിലാണെങ്കിൽ വളർച്ചാക്കുറവ്. ഇവയെല്ലാമാണ് മെഗലോബ്ലാസ്റ്റിക്സിന്റെ ലക്ഷണങ്ങൾ. ഇത് എങ്ങനെ പ്രഗ്നൻസി വുമനെ അഫക്റ്റ് ചെയ്യുന്നു എന്നാൽ ന്യൂറൽ ട്യൂബ് ഡിഫക്റ്റ് ഇൻ ഫീറ്റസ്, കുഞ്ഞിന്റെ നാഡീവ്യൂഹത്തിൽ ഉണ്ടാകുന്ന വൈകല്യം. ലോ ബർത്ത് വെയ്റ്റ് ആൻഡ് പ്രിമച്വർ ബർത്ത്, കുഞ്ഞിന് കുറഞ്ഞ ജനനഭാരമായിരിക്കും ഉണ്ടാവുക. പിന്നെ പ്രസവം മുൻകാലമായിട്ട് നടക്കാനുള്ള സാധ്യതയുമുണ്ട്. അതുകൊണ്ട് ഗർഭകാലത്ത് ഫോളിക് ആസിഡിന്റെ ആവശ്യകത വളരെ കൂടുതലാണ്. അത് കുഞ്ഞിനെയും അമ്മയും സാരമായ രീതിയിൽ ബാധിക്കാറുണ്ട്. ഹൗ ടു ഡയഗ്നോസ് ദിസ് ഡിസീസ്? ബ്ലഡ് ടെസ്റ്റ്, low serum folate levels, complete blood count. ബ്ലഡ് ടെസ്റ്റിലൂടെയും
സെറം ഫോളറ്റേഴ്സ് ലെവൽ ടെസ്റ്റിലൂടെയും കംപ്ലീറ്റ് ആയിട്ടുള്ള ബ്ലഡ് കൗണ്ട് ടെസ്റ്റിലൂടെ എല്ലാം നമുക്ക് ഫോളിക് ആസിഡിനെ ഡയഗ്നോസിസ് ചെയ്യാം. ദെൻ പ്രിവെൻഷൻ ആൻഡ് ട്രീറ്റ്മെന്റ്. ബാലൻസ്ഡ് ഡയറ്റ്, ഫോളിക് ആസിഡ് സപ്ലിമെന്റ്, ഫോർട്ടിഫൈഡ് ഫുഡ്, ആനറ്റൽ കെയർ. ബാലൻസ്ഡ് ആയിട്ടുള്ള ഡയറ്റ് അതാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. പിന്നെ ഡോക്ടറിന്റെ പ്രിസ്ക്രിപ്ഷൻ അനുസരിച്ച് നമുക്ക് ഫോളിക് ആസിഡിന്റെ സപ്ലിമെന്റ് എടുക്കാവുന്നതാണ്. പിന്നെ ഫോർട്ടിഫൈഡ് ആയിട്ടുള്ള ഫുഡ്, ആനറ്റൽ കെയർ, ഗർഭകാലത്തുള്ള പരിശോധന അത് ഇമ്പോർട്ടൻ്റ് ആണ്. ദെൻ കൺക്ലൂഷൻ. Folic acid is essential for healthy blood and proper development. Adequate intake can prevent anemia and birth defect. ഫോളിക് ആസിഡ് ആരോഗ്യകരമായ രക്തത്തിനും ശരിയായ വളർച്ചയ്ക്കും അത്യാവശ്യമാണ്. മതിയായ അളവിൽ ഉപയോഗിച്ചാൽ അനീമിയയിൽ നിന്നും ജനിതക വൈകല്യങ്ങളിൽ നിന്നും ഒഴിവാകാൻ പറ്റും. താങ്ക് യു. മിസ്സോട് പോയി. ഓക്കെ റീജു, എടാ ബാക്കിയുള്ളവർ കണ്ടിന്യൂസ്ലി ട്രസ് സെമിനാർ എടുത്തോട്ടാ. ഓക്കെ, ഡിറ്റി, വിജിത, ആൻസി. ഓക്കെ, ഞാൻ വരാട്ടോ. ഓക്കെ മാം. ഗുഡ് ആഫ്റ്റർനൂൺ മാം ആൻഡ് ഗുഡ് ആഫ്റ്റർനൂൺ ഫ്രണ്ട്സ്. ഇന്ന് ഞാനിവിടെ ക്ലാസ് എടുക്കാൻ പോകുന്നത് വിറ്റാമിൻ B1 മുതൽ B12 വരെയാണ് കേട്ടോ. B1 മുതൽ B12 വരെ നമുക്ക് നോക്കാം. ഇൻട്രൊഡക്ഷൻ കേട്ടോ. In this seminar, we will discuss about everything need to know about vitamin B1 to B12, include some signs and symptoms, functions, sources and deficiency diseases can cause different types of vitamin B deficiency diseases. ഇന്ന് ഞാൻ എടുക്കാൻ പോകുന്നത് വിറ്റാമിൻ B1 മുതൽ B12 വരെയാണ്. അതിന്റെ സയൻസ് ആൻഡ് സിംറ്റംസ്, രോഗലക്ഷണങ്ങളെ കുറിച്ചും അതിന്റെ പ്രവർത്തനങ്ങളെ കുറിച്ചും പിന്നെ ഏതെല്ലാം തരം ഭക്ഷണങ്ങൾ കഴിച്ചാൽ നമുക്ക് ഒരു പരിധി വരെയൊക്കെ ഈ വിറ്റാമിനെയൊക്കെ നമുക്ക് തടയാൻ പറ്റും. പിന്നെ അതിനെ കൂടുതൽ ഡെഫിഷ്യൻസി ഡിസീസ് അതുമൂലം ഉണ്ടാകുന്ന രോഗങ്ങളെ കുറിച്ചൊക്കെയാണ് ഞാൻ ഇന്ന് ഇവിടെ ക്ലാസ് എടുക്കാൻ പോകുന്നത്. എന്താണ് ഈ ഡെഫിഷ്യൻസി ഡിസീസ് നമുക്ക് നോക്കാം. Diseases that occur due to lack of nutrients over a long period are called deficiency diseases. എന്താ ഡെഫിഷ്യൻസി ഡിസീസ് എന്ന് പറയുന്നത്? ഡിസീസസ് ദാറ്റ് ഒക്കർ, രോഗങ്ങൾ സംഭവിക്കുന്നത് എങ്ങനെ? ഡ്യൂ ടു ലാക്ക് ഓഫ് ന്യൂട്രിയൻസ്, ഈ ഫുഡിന്റെ ഈ പോഷകാഹാരങ്ങളുടെ കുറവ് മൂലം നമ്മുടെ ശരീരത്തിൽ ലോങ് പീരീഡ് സംഭവിക്കുന്നത്. അതിനെയാണ് നമ്മൾ പറയുന്നത് ഡെഫിഷ്യൻസി ഡിസീസ് എന്ന് പറയുന്നത്. ദെൻ ടൈപ്സ് ഓഫ് വിറ്റാമിൻ ബി. ഈ വിറ്റാമിൻ ബിനെ 8 തരമായിട്ട് തരംതിരിച്ചിട്ടുണ്ട്. ദർ ആർ 8 ടൈപ്സ് ഓഫ് വിറ്റാമിൻ ബി. നമുക്ക് നോക്കാം, വൺ ബൈ നോക്കാം കേട്ടോ. ഫസ്റ്റ് വൺ, വിറ്റാമിൻ B1, also known as thiamine. Vitamin B1 is also known as thiamine. Next, vitamin B2 is also known as riboflavin. Then vitamin B3 is also known as niacin. Then vitamin B5 is also known as pantothenic acid. Then vitamin B6 is also known as pyridoxine. Then vitamin B7 is also known as biotin. Then vitamin 9 is also known as folic acid. Then vitamin B12 is also known as cobalamin. ഇതാണ് ടൈപ്സ് ഓഫ് വിറ്റാമിൻ. ഈ വിറ്റാമിൻ B1 അതർ നെയിം ആണ് ഇത് ഞാൻ പറഞ്ഞത്, thiamine, riboflavin, niacin ഒക്കെ കേട്ടോ. Then next, functions of vitamin B. നോക്കാം. വിറ്റാമിൻ ബി ആർ ഹെൽപ്പ് അവർ ബോഡി കൺവേർട്ട് കാർബോഹൈഡ്രേറ്റ്സ് ഗ്ലൂക്കോസ് ഫോർ എനർജി. ദേ ഓൾസോ ഹെൽപ്സ് മെറ്റബോളൈസ് ഫാറ്റ് ആൻഡ് പ്രോട്ടീൻസ്. ഈ വിറ്റാമിൻ ബി എന്തൊക്കെയാണ് ഹെൽപ്പ് ചെയ്യുന്നത് നമ്മുടെ ശരീരത്തിൽ? നമ്മുടെ കാർബോഹൈഡ്രേറ്റ്സും ഗ്ലൂക്കോസിനെയും എനർജീനൊക്കെ നമ്മൾ ഹെൽപ്പ് ചെയ്യുന്നു. പിന്നെയോ ദേ ഓൾസോ ഹെൽപ്സ് മെറ്റബോളൈസ് ഫാറ്റ് ആൻഡ് പ്രോട്ടീൻസിനൊക്കെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. The next, move out the causes about types of vitamin B1. ഇനി ഞാൻ വിറ്റാമിൻ B1ന്റെ ഫങ്ഷൻസ് എന്താണ്, അതുമൂലം ഉണ്ടാകുന്ന രോഗമുണ്ട്, പിന്നെ സയൻസ് ആൻഡ് സിംറ്റംസ്, രോഗലക്ഷണങ്ങളുണ്ട്, പിന്നെ ഏതെല്ലാം ഫുഡ് കഴിച്ചിട്ടുണ്ടെങ്കിൽ വിറ്റാമിൻ ബി ഒക്കെ മാറ്റാൻ പറ്റും. ഇതൊക്കെയാണ് ഞാനിവിടെ പറയാൻ പോകുന്നത് കേട്ടോ. ഫസ്റ്റ് വൺ, വിറ്റാമിൻ B1. Vitamin B1 convert food into energy and healthy nerve system.
ഇത് കൂടുതലായിട്ടും എനർജി ഹെൽത്തി നമ്മുടെ നെർവ് സിസ്റ്റത്തേക്കാണ് ഏറ്റവും കൂടുതലായിട്ട് ഇത് കൺവേർട്ട് ചെയ്യുന്നത്. ഇനി വിറ്റാമിൻ B1 ഡെഫിഷ്യൻസി ഡിസീസസ് ഉണ്ടാകുന്ന രോഗമാണ് ബെറിബറി. ഓക്കെ, ഇനി ഇതിന് രോഗലക്ഷണങ്ങളുണ്ട്. ഏതൊക്കെ നമുക്ക് നോക്കാം. വീക്ക്നെസ് സംഭവിക്കും, ഫെറ്റിഗ് ഭയങ്കര ക്ഷീണം ഉണ്ടാവും, ഇൻഡൈജഷൻസ് ഡൈജഷൻ നടക്കില്ല അവിടെ. ദെൻ വെരി ലിറ്റിൽ എനർജി ടു വർക്ക്, നമുക്ക് വർക്ക് ചെയ്യാനൊന്നും താല്പര്യം ഉണ്ടാവില്ല. ദെൻ വീക്ക് മസിൽസ്, നമ്മുടെ മസിൽസ് ഒക്കെ നന്നായിട്ട് വീക്കാവും. ഇതാണ് ഇതിന്റെ സയൻസ് ആൻഡ് സിംറ്റംസ്. നെക്സ്റ്റ് സോഴ്സസ് ഓഫ് വിറ്റാമിൻ B1. എന്തെല്ലാം ഉറവിടങ്ങളാണ് നമുക്ക് നോക്കാം. എവിടെ നിന്ന് കിട്ടുക? സിറൽസ് കഴിച്ചാൽ ഒരു പരിധി വരെ മാറ്റാം. അതിൽ പൊട്ടറ്റോസ്, മിൽക്ക് ആൻഡ് ബട്ടർ ഒക്കെ നമുക്ക് കഴിച്ചിട്ടുണ്ടെങ്കിൽ ഇതൊക്കെ മാറ്റാൻ പറ്റും എന്നാണ് പറയുന്നത് കേട്ടോ. ദെൻ നെക്സ്റ്റ് മൂവ് ഔട്ട് വിറ്റാമിൻ B2. വിറ്റാമിൻ B2 നമുക്ക് നോക്കാം കേട്ടോ. Then vitamin B2 deficiency is water soluble vitamin ആണ്. Energy production, thyroid functions, RBC production, mineral absorptions is the functions of vitamin B2. Vitamin B2 നല്ല എനർജി പ്രൊഡക്ഷൻ ഉണ്ടാവും, നമുക്ക് തൈറോയ്ഡ് ഫങ്ഷൻസ് ഒക്കെ സഹായിക്കുന്നു. ദെൻ RBC റെഡ് ബ്ലഡ് സെൽസ് ഇല്ലേ, അതിനൊക്കെ പ്രൊഡക്ഷൻ ചെയ്യാനും മിനറൽസിനൊക്കെ അബ്സോർബ് ചെയ്യാനൊക്കെ വിറ്റാമിൻ B2 വളരെയധികം സഹായകമാണ്. Vitamin B2 is important for nutrient metabolism, glucose, fat and proteins and important for skin and hair health and immune system functioning ഒക്കെ ഇത് സഹായിക്കുന്നു. Then vitamin B2 deficiency disease അതാണ് ആർബിയോ ഫ്ലനോസിസ് എന്നാണ് ഇതിന് രോഗം ഉണ്ടാവുന്നത്. ആർബിയോ ഫ്ലനോസിസ് വിറ്റാമിൻ B2 ഡെഫിഷ്യൻസി ഡിസീസ് എന്ന് പറയുന്നത് കേട്ടോ. ഇനി ഇതിന്റെ രോഗലക്ഷണം എന്ന് പറഞ്ഞാൽ ഡ്രൈ സ്കിൻ ആവും, ഡ്രൈ സ്കിന്നായും പിന്നെ അനീമിയ ഉണ്ടാവും. ദെൻ ക്രോണിക് ഡയേറിയ, അതായത് നന്നായിട്ട് വയറ്റിൽ നിന്ന് എപ്പോഴും നന്നായി പോയിക്കൊണ്ടേയിരിക്കും. ഫെറ്റിക് ക്ഷീണം ഉണ്ടാവും. നോസിയ, എപ്പോഴും വോമിറ്റിംഗ് ചെയ്യാനുള്ള ഛർദ്ദിക്കാനുള്ള തോന്നും. ദെൻ ഡെർമറ്റൈറ്റിസ് ഉണ്ടാവും. അനോറക്സിയ, തൈറോയ്ഡ് ഡിസ്ഫങ്ഷൻസ്, ഐ ഡിസീസ് കണ്ണ് പല രോഗങ്ങളുണ്ടാവും. മൈഗ്രെയിൻസ് നല്ല വിട്ടുമാറാത്ത തലവേദന ഒക്കെ ഇതിൽ ഉണ്ടാവുന്ന ഒരു രോഗ ലക്ഷണങ്ങളാണ് കേട്ടോ. ദെൻ നെക്സ്റ്റ് സോഴ്സസ്. ഇത് എന്തെല്ലാം ഭക്ഷണങ്ങൾ കഴിച്ചാൽ നമുക്ക് ഒരു പരിധി വരെ മാറ്റി നിർത്താമെന്ന് അറിയോ? ഡയറി പ്രൊഡക്ട്സ്, മിൽക്ക് പ്രൊഡക്ട്സ് ഒക്കെ ഇല്ലേ, അത് കഴിക്കുക. എഗ്ഗ് കഴിക്കുക, ഗ്രീൻ ഗ്രാം, ദെൻ മീറ്റ്, ഗ്രെയിൻസ്, ഇതൊക്കെ ഒന്ന് കഴിച്ചാൽ നമുക്കത് തടയാൻ പറ്റും കേട്ടോ. വിറ്റാമിൻ B2 കഴിഞ്ഞു, വിറ്റാമിൻ B1 കഴിഞ്ഞു. നെക്സ്റ്റ് വിറ്റാമിൻ B3 ആണ് കേട്ടോ. വിറ്റാമിൻ B3. Vitamin B3's deficiency is otherwise is known as niacin. Vitamin B3 is a water soluble vitamin ആണ്. This is a nutrient metabolism and cholesterol fatty acid synthesis. It is also act as antidogenics which products of our DNA found inside every cells in our body. Vitamin B3 deficiency disease ഉണ്ടാകുന്ന രോഗമാണ് പെലഗ്ര. പെല്ലഗ്ര എന്നൊരു രോഗം ഉണ്ടാവും ഈ വിറ്റാമിൻ B3 ഉള്ള ആൾക്ക്. ഇതിന്റെ സയൻസ് ആൻഡ് സിംറ്റംസ് എന്ന് പറയുന്നത് പുവർ ഡയറ്ററി ഇൻടേക്ക് ആയിരിക്കും, ഭക്ഷണം കഴിക്കാൻ താല്പര്യം ഉണ്ടാവില്ല. ഡിക്രീസ്ഡ് സിന്തസിസ്, ലിവർ ഡിസീസ് സംഭവിക്കാം. ദെൻ ഡയേറിയ, വോമിറ്റിങ്, പിന്നെ ഡെർമറ്റൈറ്റിസ് ഉണ്ടാവും. ആൻസൈറ്റി, ഹെഡേക്ക്, ഫെറ്റിഗ്, ലോസ് ഓഫ് മെമ്മറി, ഇൻസോമിനിയ, ഉറക്കമൊന്നും ഉണ്ടാവില്ല. ഇതൊക്കെയാണ് ഇതിന്റെ രോഗലക്ഷണങ്ങൾ. ഇതിന്റെ വിറ്റാമിൻ B3യുടെ സോഴ്സസ് എന്ന് പറയുന്നത് സിറൽസ് കഴിക്കുക, ഗ്രെയിൻസ്, മീറ്റ്, ഇറച്ചി മീനൊക്കെ കഴിക്കുക, ഫിഷ്, നട്ട്സ്, ടീ ആൻഡ് കോഫി ഒക്കെ കുടിക്കുക. ഇതാണ് വിറ്റാമിൻ B3യുടെ സോഴ്സസ്. ദെൻ നെക്സ്റ്റ് വിറ്റാമിൻ B5 കേട്ടോ. വിറ്റാമിൻ B5. Vitamin B5 is otherwise is also known as pantothenic acid. Pantothenic acid has another name is called chick anti-dermatitis factor. Vitamin 5 deficiency diseases, peristalsia എന്ന രോഗം ഉണ്ടാവുന്നത് കേട്ടോ. These vitamins is antibody production, energy productions and cell metabolism provide ചെയ്യുന്നു. This is the functions of vitamin B5. Vitamin B5 functions ആണ് ഞാൻ പറഞ്ഞത്. ആന്റിബോഡി പ്രൊഡക്ഷനെയും അതുപോലെ എനർജി പ്രൊഡക്ഷനെയും സെൽ മെറ്റബോളിസിനൊക്കെ ഇത് ഹെൽപ്പ് ചെയ്യുന്നു ഈ വിറ്റാമിൻ B5 കേട്ടോ. ഇനി ഇതിന്റെ സയൻസ് ആൻഡ് സിംറ്റംസ്, രോഗലക്ഷണങ്ങൾ ഇതുപോലെ തന്നെ ഫെറ്റിഗ് ഉണ്ടാവും, ഡിപ്രഷൻ സംഭവിക്കാം, ഇൻസോമിനിയ ഉറക്കം ഉണ്ടാവില്ല, ഇറിറ്റബിലിറ്റി ഉണ്ടാവും, സ്റ്റൊമക് പെയിൻ വയറുവേദന ഒക്കെ ഇതിന്റെയൊക്കെ രോഗലക്ഷണങ്ങളാണ്. ഇതിന്റെ സോഴ്സസ് എന്ന് പറയുന്നത് ഈ സിറൽസ്, മിൽക്ക് ആൻഡ് ചിക്കൻ ഒക്കെ കഴിക്കുക കേട്ടോ. നെക്സ്റ്റ് വിറ്റാമിൻ B6 ഡെഫിഷ്യൻസി ആണ് കേട്ടോ. ഇനി വിറ്റാമിൻ B6 ഓൾസോ പൈറഡോക്സിൻ ആണ് കേട്ടോ എന്നെ മറ്റൊരു പേര്. ഇറ്റ് ഈസ് എ വാട്ടർ സൊല്യൂബിൾ വിറ്റാമിൻ ആണ് ഇതെന്ന് പറയണത് ഈ B6.
വിറ്റാമിൻ B6. This vitamin's functions is improve. നമുക്ക് എന്താ ഇംപ്രൂവ് ചെയ്യണത്? സ്ലീപ്പ് മൂഡ്, നന്നായിട്ട് ഉറക്കം നന്നായിട്ട് സംഭവിക്കും. അപ്പറ്റൈറ്റ് ആൻഡ് ബോഡി ക്ലോക്ക് ബാലൻസ് ഉണ്ടാവും. ഹെൽത്തി ബ്ലഡ് വെസൽസ് ആയിരിക്കും ഇതിനുണ്ടാവുക. ബ്രെയിൻ ഫങ്ഷൻസ് ഒക്കെ നന്നായിട്ട് ഈ വിറ്റാമിൻ B6 ഉണ്ടാവും കേട്ടോ. ഈ വിറ്റാമിൻ B6 ഡെഫിഷ്യൻസി ഉണ്ട് എന്ന് പറഞ്ഞ എന്താണ്? പൈറോഡോക്സിൻ ആണ് സംഭവിക്കുക. ഇതിന്റെ സയൻസ് ഓഫ് സിംറ്റംസ് എന്ന് പറയുന്നത് എന്താ? ഫെറ്റിഗ് ഉണ്ടാവും, ഡിപ്രഷൻ, ഇൻസോംനിയ, ഇറിറ്റബിലിറ്റി, സ്കിൻ ഇൻഫ്ലമേഷൻസ്, ഡിമെൻഷ്യ, മറവി രോഗമൊക്കെ ഉണ്ടാവാം ഈ വിറ്റാമിൻ B6 ഡെഫിഷ്യൻസി ഉള്ളത് പറഞ്ഞത്. ഇനി ഇതിന്റെ സോഴ്സസ് എന്ന് പറയുന്നത് മീറ്റ്, ഫിഷ് കഴിക്കുക, നട്ട്സ്, ഫ്രൂട്ട്സ്, വെജിറ്റബിൾസ് ഒക്കെ കഴിക്കുക. നെക്സ്റ്റ് വിറ്റാമിൻ B7 ഡെഫിഷ്യൻസി ആണ്. വിറ്റാമിൻ B7 ഈസ് എ വാട്ടർ സോൾബിൾ വിറ്റാമിൻ. ദിസ് വിറ്റാമിൻസ് പ്രൊമോട്ട് ചെയ്യുന്നു ഹെൽത്തി സ്കിൻ, ഹെയർ, ഹെൽപ്പ് ഇൻ എനർജി ഫ്രം ഫുഡ്. വിറ്റാമിൻ B7 ഡെഫിഷ്യൻസി ഡിസീസ് ആണ് ബയോട്ടി. ഇതിന്റെ സയൻസ് ഓഫ് സിംറ്റംസ് എന്ന് പറയുന്നത് ഹെയർ ലോസ്, മുടി കൊഴിച്ചില്, എൻസീമിയ, അത് എന്താ പറയുക ചൊറികൾ സംഭവിക്കാം. ദെൻ സ്കിൻ ലീഷൻസ് ഉണ്ടാവാം, മസിൽസ് ഏക്ക്, ഫെറ്റിഗ്, ഡ്രൈ സ്കിൻ, ഡെർമറ്റൈറ്റിസ് ഒക്കെ സംഭവിക്കാം. ഇതിന്റെ സോഴ്സസ് എഗ് കഴിക്കുക, ഓട്സ് ആൻഡ് വീറ്റ്, മഷ്റൂംസ്, കൂൺ കഴിക്കുക, ഡയറി പ്രോഡക്ട്സ് കഴിക്കുക, സ്പിഞ്ച്, ഇലക്കറികൾ ആൻഡ് റൈസ് ഒക്കെ നന്നായിട്ട് കഴിക്കുക. Then vitamin B9 ട്ടോ. Vitamin B9 is also known as folic acid ആണ്. It acts on one carbon metabolite responsible for one carbon molecule donor. These functions of vitamin B9 is RBC formations and cell growth. Then signs symptoms എന്ന് പറയുന്നത് ഹെയർ ലോസും, അനീമിയ, ഇൻസോംനിയ, ഉറക്കമില്ലായ്മ, വിളർച്ച സംഭവിക്കാം, മുടി കൊഴിച്ചിൽ സംഭവിക്കാം. അതിന്റെ സോഴ്സസ് വന്ന് ഗ്രീൻ ലീഫ് വെജിറ്റബിൾസ് നന്നായിട്ട് കഴിച്ചാൽ മതി കേട്ടോ. നെക്സ്റ്റ് വിറ്റാമിൻ B12 ഡെഫിഷ്യൻസി. വിറ്റാമിൻ B12 ലാസ്റ്റ് ഡെഫിഷ്യൻസി ആണ് വിറ്റാമിൻ B12. ദിസ് വിറ്റാമിൻ B12 ഈസ് ഹെൽപ്പ് ടു ഫോം റെഡ് ബ്ലഡ് സെൽസ് ആൻഡ് സ്പേം പ്രൊഡക്ഷൻസ്. RBC, നമ്മൾ റെഡ് ബ്ലഡ് സെൽസിനെയും സ്പേം പ്രൊഡക്ഷനെയൊക്കെ സഹായിക്കാൻ വളരെ പ്രധാനപ്പെട്ട ഒരു ഇതാണ് വിറ്റാമിൻ B12. ഇതിന്റെ ഡെഫിഷ്യൻസി ആണ് അനീമിയ, വിളർച്ച സംഭവിക്കാം. അതിന്റെ സയൻസ് ആൻഡ് സിംറ്റംസ് എന്ന് പറയുന്നത് എന്തൊക്കെ നോക്കാം. ഡെഫിഷ്യൻസി ഓഫ് ഹീമോഗ്ലോബിൻ ഇൻ ബ്ലഡ്, ഹീമോഗ്ലോബിന്റെ അളവ് കുറയുന്നു. പിന്നെ പെയിൽ സ്കിൻ, എന്താ പറയാ പെയിൽ സ്കിൻ ആവും, നല്ല ബോഡി നന്നായിട്ട് വീക്ക് ആവും. ദെൻ ലാക്ക് ഓഫ് അപ്പറ്റൈറ്റ്, വിശപ്പ് ഇല്ലായ്മ ഉണ്ടാവും. അങ്ങനെ അതിന്റെ സോഴ്സസ് എന്ന് പറയുന്നത് നന്നായിട്ട് ഇറച്ചി, മീനൊക്കെ നന്നായി കഴിക്കുക. മീറ്റ്, ലിവർ, ഫിഷ് ആൻഡ് എഗ്, മിൽക്ക് ഇതൊക്കെ നന്നായിട്ട് കഴിക്കുക. Okay, conclusions of vitamins. There are vitamins B, 8 types of vitamins there. Vitamins are essential for a special role to play with our body, helping to regulate the process such as growth and development. I am conclude the seminar topic of vitamin B1 to vitamin B12 deficiency diseases. And we have understand this seminar topic. Thank you, ma'am, and thank you, friends. Thank you. Thank you, Diti. നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ ബാക്കിയുള്ള ടോപ്പിക് കണ്ടിന്യൂ ചെയ്യാം. ഓക്കെ വിജിത, ആൻസി. ഓക്കെ മാം. ഓക്കെ, താങ്ക് യു ഓൾ. അപ്പൊ സൈൻ ഔട്ട് ആരാ പറയണേ? ഞാൻ പറയാം. ഓക്കെ, ഇന്ന് സെമിനാർ എടുത്ത എല്ലാവരും കുറേ നേരം ഈ ക്ലാസ്സിൽ ടൈം സ്പെൻഡ് എക്സ്റ്റെൻഡ് ചെയ്തെടുത്താണ് നമ്മൾ ഹാഫ് അവർ. എന്നാലും അതേപോലെ തന്നെ നിങ്ങൾ എല്ലാവരെയും സപ്പോർട്ട് ചെയ്തു. താങ്ക് യു ഓൾ ഫോർ യുവർ സപ്പോർട്ട്. ആൻഡ് സെമിനാർ എടുത്തവർ നല്ല മനോഹരമായിട്ട് തന്നെ എടുത്തിട്ടുണ്ട്. നല്ല രീതിയിൽ റെഫർ ചെയ്ത് തന്നെയാണ് ഓരോ ടോപ്പിക്കും എക്സ്പ്ലെയിൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ നന്നായിരുന്നു കേട്ടോ. താങ്ക് യു ഓൾ. താങ്ക് യു മാം. Thank you. Bye.